ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നു, വൻ പരാജയമാകുന്നു, ആളുകൾ എഴുതത്തള്ളപ്പെടുന്നു. അതേ സിനിമ തന്നെ OTT-യിൽ ഇറങ്ങുമ്പോൾ വൻ വിജയമാകുന്നു, എഴുതിത്തള്ളിയ ആളുകൾ തന്നെ അതിനെ സ്വീകരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? കൽബെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ നിനക്ക്? കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കൽബിന് ഞാൻ ഫസ്റ്റ് എന്റെ തോട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഹിറ്റ് ആയാൽ അതിന്റെ എന്റെ വിജയവും, ഫ്ലോപ്പ് ആയാൽ അത് എന്റെ ഫ്ലോപ്പും ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു നീതി ഉണ്ടെങ്കിൽ എന്നെങ്കിലും ദൈവം നമുക്ക് റിസൾട്ട് തരും. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ സിനിമ വന്ന ശേഷം ഈ സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്ന റീലും ഇവർ ആരാന്നും എനിക്കറിയില്ല. സൗദ എന്ന് പറയുന്നത് ഒരു എല്ലാം അടക്കി പിടിച്ചൊന്നും മോളുടെ മരണം വരെ കാണിട്ട് അതുപോലും ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവർക്ക് പറ്റില്ല. ലജിന് ഇങ്ങനെ കരയത്തുള്ളൂ. സാധാരണ ലവറുടെ കരയാൻ ഞാൻ സൗണ്ട് പുറത്തു പറയരുത്, കടിച്ചോ ഇങ്ങനെ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൽബ് ഇറങ്ങുന്ന ഇന്നേ ദിവസം രജനീകാന്തിന്റെ ഒരു പടം ഇറങ്ങിയാൽ ആളുകൾ രജനീകാന്തിനെ കാണത്തുള്ളൂ. ഒരു 10 ഷോ ഇടുമ്പോൾ ഒരു 5 ഷോ കൽപ്പിനാ, ഇല്ലെങ്കിൽ 3 ഷോ ഇടാം. അത് രാവിലത്തെ 10 മണിക്ക് ഷോ എനിക്ക് വേണ്ട. ഒരു ക്യാമറയില് റൂമിനുള്ളിൽ 4 ചുവരിന്റെ തിരുന്ന് സിനിമ റിവ്യൂ ഇടുന്ന ഒരു വ്യക്തിക്ക് സിനിമയെ നശിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോഴും സജിത് പറയുന്നത്. അതിനപ്പുറത്തെ പുറമാണ് സിനിമയ്ക്ക്. അതിനപ്പുറത്തെ പുറമാണ് 10-200 പേര് 10-60 ദിവസം കുടുംബവും വീടും എല്ലാം കളഞ്ഞ് ഒരു സ്ഥലത്ത് പോയിരുന്ന യുദ്ധം പോലൊരു സിനിമ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. മനസ്സിലായില്ലേ? പറഞ്ഞതിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു കുത്തുവാക്ക് ഏതായിരിക്കും? കുത്തുവാക്കുകളല്ലേ ബ്രോ നമ്മുടെ പ്രചോദനം. സിനിമാ പ്രാന്ത് എന്ന പേജ് കൊണ്ട് ഞങ്ങളുടെ ഒരു 10-20 സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആട് ഞങ്ങളുടെ സിനിമയാണ്, ഇരട്ട ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. ഈ സിനിമാ പ്രാന്ത് എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വന്നത് എങ്ങനെ? ആദ്യം ഉണ്ടാക്കിയത് കേരള സ്പോട്ട്ലൈറ്റ് എന്നാണ് പേര്, ഭയങ്കര ഇംഗ്ലീഷിൽ. ഞാൻ പറഞ്ഞത് ഹലോ, ഞാൻ കേരള സ്പോട്ട്ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ സിനിമ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഇന്ന് എന്നെ വിളിക്കുന്ന പല ആൾക്കും അറിയില്ല, ഞാനാണെന്ന് വിളിച്ചിരിക്കുന്നത് അറിയില്ല. ദിവസം ഞാൻ ലിജോബയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ലിജോബ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഒരു പഴയ ഒരു ഡാൻസ് മൊമെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആണും പെണ്ണും കൂടി ഒരു മലയിൽ കൂടി ഇങ്ങനെ ഇഴുകി വരുന്നു. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. 85-ല് 76-ല് ഒരു ദിവസം രാവിലെ ഒരു ടീം പോയിട്ട് ഷൂട്ട് ചെയ്താണ്. അത് ഇന്ന് കണ്ട് നമുക്ക് ചിരി വന്നെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ 100 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചിരിക്കരുതാണ്. അങ്ങനെ നമ്മൾ പണിയെടുക്കും. ചുള്ളിയിൽ ഫുള്ള് ചീത്തയൊക്കെയാണല്ലോ. പുള്ളി എടുത്ത് പറയുന്നത് ഇംഗ്ലീഷുകാർ മൊത്തം ഫുള്ള് അവർ പറയുന്നത് മൊത്തം ചീത്തയാണല്ലോ. നമ്മുടെ കുറച്ച് ചീത്തയോടെ അവന്മാർക്ക് കേൾക്കട്ടാ ഫെസ്റ്റിവൽസിലേക്ക് ഇരുന്നത് എന്ന് പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ. ഒരു ചാലക്കുടിക്കാരനും ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറുള്ള ബ്ലെൻഡാണ് ലിജോ ഭായ്. പൊളിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നു, വൻ പരാജയമാകുന്നു, ആളുകൾ എഴുതത്തള്ളപ്പെടുന്നു. അതേ സിനിമ തന്നെ OTT-യിൽ ഇറങ്ങുമ്പം വൻ വിജയമാകുന്നു, എഴുതിത്തള്ളിയ ആളുകൾ തന്നെ അതിനെ സ്വീകരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇന്നിനോടൊപ്പം ഉള്ളത് കൽബ് എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടും ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്, ജീവിതത്തിന്റെ ഓരോ യാത്രകളിലും അനുഭവിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുവാനായി സജീദ് യാഹിയാരനോടൊപ്പം. നമസ്കാരം മച്ചാനെ, ഒത്തിരി സന്തോഷം. കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റിൽ ഇരിക്കാൻ പറ്റി. എവിടാണ് വീട്? സിനിമാ പ്രാന്തനിലോട്ടുള്ള തുടക്കം എവിടെ നിന്നാണ്? ആലപ്പുഴയാണ്. ഒരു കോസ്റ്റൽ ഏരിയയിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പം സിനിമാ മോഹങ്ങളുമായിട്ട് 2006-ല് കൊച്ചിയിലെത്തിയ ആളാണ്. ആ ഒരു പ്രാന്ത് അല്ലെ സിനിമ എന്ന സ്വപ്നത്തിലേക്ക് വന്ന എങ്ങനെ? സിനിമ എന്നും ഒരു എല്ലാവർക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഒരു 100-90% സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ സിനിമയെ ഭയങ്കരമായിട്ട് അഗാധമായിട്ട് സ്നേഹിച്ചു വന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്റെ നാട്ടിൽ അന്ന് എനിക്ക് അറിയാവുന്ന ഒരേ ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ നജീം കോയ ആയിരുന്നു. ഇപ്പം 1000 ബേബീസ് എന്നുള്ള ഹിറ്റ് വെബ് സീരീസിന്റെ ഡയറക്ടർ. അപ്പൊ നജീക്കയാണെന്ന് സിബിസാർ, ഞങ്ങൾക്ക് സിബിസാറിന്റെ ഹാർഡ് കോർ ഫാൻസ് ആണ്. അപ്പൊ സിബിസാറിന്റെ സിനിമകളെ കുറിച്ചും ഇങ്ങനെ ലൊക്കേഷൻ വിശേഷങ്ങളെ കുറിച്ചും ലാൽ സാറിന്റെ കണക്ക് കുറിച്ചും ഇങ്ങനെ എപ്പോഴും പറയും. ഇതൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതിലൂടെ സിനിമയിലേക്ക് പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കളക്ടർ എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അതിനുശേഷം സിനിമാ പ്രാന്തം തുടങ്ങി. അങ്ങനെ ഒരുപാട് ആലപ്പുഴക്കാരൻ എന്ന സജിദിനെ കൊച്ചിയിലേക്ക് എത്തിച്ച വഴി എങ്ങനെ? അല്ല, കൊച്ചിയിൽ ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു കോയമ്പത്തൂർ. അവിടുന്ന് എനിക്ക് ഡെയിലി രാവിലെ വൈകുന്നേരം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെയാണ്. അപ്പം ഒരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ എല്ലാ ദിവസവും ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ അന്ന് എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം. ഇതല്ല എന്റെ വഴി എന്ന് എനിക്ക് അന്നേ തിരിച്ചറിയാം. ഉറപ്പായിട്ടും ഞാനന്ന് ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരുന്ന പറഞ്ഞാൽ CCTV ഉണ്ട് അവിടെ. അപ്പൊ അതിന്റെ കൺട്രോൾ ഉണ്ട്. അപ്പൊ CCTV-യിൽ നിന്ന് അഭിനയിക്കും. ഏതാ ആ അഭിനയം നേരെ അതിനകത്ത് കണ്ടിട്ട് കൊള്ളാലോ പരിപാടി, ഓരോ സീനൊക്കെ ഒന്ന് അഭിനയിച്ച് നോക്കും. അപ്പൊ അന്നേ ക്യാമറ നോക്കിയതാ. എന്നിട്ട് എന്റെ മെയിൻ അന്ന് ഓർക്കിട്ടാണ്. ഓർക്കിട്ടിൽ അൻവർക്കായാണ് എന്റെ ഏറ്റവും വലിയ ഏര. അൻവർക്കാക്ക് ഡെയിലി മെസ്സേജ് അയക്കല. അൻവർ റഷീദിന് അയക്കാം, ഞാൻ പാട്ട് പാടും, ഞാൻ ലിറിക്സ് എഴുതും, ഞാൻ കഥ എഴുതുന്നൊക്കെ പറഞ്ഞ് ഡെയിലി മെസ്സേജ്, എനിക്ക് അഭിനയിക്കണം എന്ന് മെസ്സേജ് എഴുതും. അങ്ങനെ ഒരു ദിവസം എന്റെ ശല്യം സഹിക്കാൻ വയ്യ. അൻവർക്ക് പറഞ്ഞ് നമ്പർ, നീ എന്നെ വിളിക്കും, നമ്പർ അയച്ചത്. ഞാൻ വിളിച്ചപ്പോൾ നീ കൊച്ചിയിലേക്ക് അന്ന് ഒരു കോഫി ഷോപ്പിൽ ചെറിയൊരു
രസമുള്ളൊരു ടീ ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ ഒന്ന് ചായ കുടിച്ച് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചേട്ടാ ഇതേപോലെ ഇതാണ് സംഭവം, എനിക്ക് നജീം കോയ എന്ന് പറഞ്ഞ എൻ്റെ ബ്രദർ, പുള്ളി ഭയങ്കര അടിപൊളി റൈറ്ററാണ്, പുള്ളിയുടെ കുറെ കഥകളൊക്കെയാണ്. അന്ന് നജീയുടെ അപൂർവമാകുന്ന സിനിമ സിബിസാറ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പൊ നജീനെ പരിചയപ്പെടാൻ നജീനെ കാണാലോ എന്ന് പറഞ്ഞു ഞാൻ നജീക കണക്ട് ചെയ്യുന്നു. അതാണ് എന്റെ ഫസ്റ്റ് ഒരു സിനിമയിൽ ഒരു ഡീൽ എന്ന് പറയുന്നത്. അതിനുശേഷം പതുക്കെ നീ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ചെറിയ ചെറിയ അപ്രോച്ചുകളിലൂടെ നീ കാണുന്ന ഒരു സെറ്റപ്പിലൂടെ നമ്മൾ മാറും. അത് വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷം. ആദ്യ സിനിമ സംവിധായകന് ഇതിലാ തുടക്കം കുറിക്കുന്നേ? ആദ്യ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിനയത്തിലൂടെയാണ് തുടങ്ങിയത്. സമയത്ത് ലിജു ജോസ് പല്ലിശ്ശേരി, അഞ്ജലി മേനോൻ, അങ്ങനത്തെ അടിപൊളി കുറെ ഡയറക്ടേഴ്സുമായിട്ട്, അനിൽ സി മേനോൻ, അങ്ങനെ ഒരുപാട് കിടിലൻ ഡയറക്ടേഴ്സുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ ഭാഗ്യമാണ്. ആ സമയങ്ങളിൽ അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ. അപ്പം എനിക്കൊരു ചെറിയ റോളായി കൂടെ കംപ്ലീറ്റ് ദിവസങ്ങളിൽ ലൊക്കേഷനിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വരുന്നു, ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വരുന്നു, യൂണിറ്റ് വരുന്നു, ഇതൊക്കെ എനിക്ക് അത്ഭുതമാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മച്ചാൻ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അഭിനയിക്കുക മാത്രമല്ല, ചായ കൊണ്ടുതരുന്ന ആൾക്കാരുടെ കൂടെ, ലൈറ്റ് വെക്കുന്നവരുടെ കൂടെ, ക്യാമറയുടെ കൂടെ എല്ലാം നിന്ന് ഒബ്സർവ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണല്ലോ എല്ലാരും അങ്ങനെ തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെയാണ്. അപ്പം അത് എനിക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഒരു പെർഫോമൻസ് ആദ്യം കാണുന്ന ഒരു ഡയറക്ടറാണ്, ചെറിയ മോട്ടൽ. അത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ എക്സൈറ്റ്മെന്റ് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന എക്സൈറ്റ്മെന്റ്, അപ്പൊ ഇത് ഡയറക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നുന്നു. അങ്ങനെ എഴുതിയ കഥയാണ് ഇടി. ഞാനും എന്റെ ബ്രദറുണ്ട് അറോസ് ഉർഫ, ഞങ്ങളാണ് ചെറുപ്പം മുതലേ. അവന് ഹാർഡ് കോർ, അവനാണ് 1000 ബേബീസിന്റെ സ്ക്രിപ്റ്റ്. അപ്പം ഞങ്ങൾ രണ്ടു കൂടി ഇങ്ങനെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ബോസാണ് നജീം കോയ. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടി ഭയങ്കര ഇന്റൻസിൽ ഒരു കഥ ഉണ്ടാക്കി. അതാണ് ഇടി, ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്നുള്ള നമ്മുടെ ജയസൂര്യ ചെയ്യപ്പെടണം. അങ്ങനെ ആ സിനിമ ഞങ്ങളൊരു ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്തു. ആ ഡയറക്ടർ കഥ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഡയറക്ടർ വഴി ദുൽഖറിനെ ഞങ്ങൾ പോയി കണ്ടു. ദുൽഖറിന്റെ വീട്ടിൽ പോയി. അപ്പം എന്നെ സംബന്ധിച്ചാൽ ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ദുൽഖർ എന്ന് പറയുന്ന, അന്ന് ഞാൻ ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖറിനെ പരിചയം ഉണ്ടെങ്കിലും, അപ്പൊ ദുൽഖർ താനാണ് എഴുതിയത്, തോട്ട് പുള്ളി പറഞ്ഞിട്ടാണ്, പുള്ളി വഴിയാണ് ഞാൻ ദുൽഖറിനെ പോയി കാണുന്നത്. ദുൽഖർ ഭയങ്കരമായിട്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കിംഗ് ഇരിക്കുന്നു. ഞാനും അറോസും കൂടി അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു. അപ്പൊ ഈ ഡയറക്ടർ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞു, നമ്മൾ പേരിന് വേണ്ടി ഒരു വലിയ റൈറ്ററിന്റെ പേര് ഈ സിനിമയിൽ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പം താൻ സിനിമയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. താൻ ഇതൊരു അടിപൊളി റോള് തനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിയതിൽ നമ്മുടെ പേരില്ലാതെ നമുക്കൊരു ചാൻസ് തരാം. ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾ സിനിമയും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ വേറൊരു പ്രൊഫൈലിൽ സിനിമയിൽ ഭയങ്കര ബന്ധമുള്ള ആളാണ് ഇയാൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പ്രൊഫൈലിൽ സിനിമ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്റെ ആദ്യ സിനിമയാണ്, ഒരുപാട് എതിരാളികൾ എനിക്കുണ്ട്, സോ എനിക്ക് ഒരു ബാക്കപ്പ് പേരുണ്ട്. എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നു ആരാണ് എന്റെ ആദ്യ സിനിമ എഴുതുന്നതെന്ന്, സോ എനിക്ക് ഈ ഒരു പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട ഇടിയില് വേണ്ട, എനിക്ക് കറിവേപ്പില പോലെ സൈഡിലോട്ട് മാറ്റി വെക്കാൻ ഞാനില്ല, മനസ്സിലായില്ലേ? അതിപ്പോ ആ കറിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പുറകെ നടന്നു. ഹിന്ദിയിൽ പോയി ഞങ്ങൾ യഷ്രാജിൽ പോയി, അർജുൻ സബ്ലു ഡയറക്ടറോട് പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു, പുള്ളി ഇത് ഭയങ്കരമായിട്ട് സിനിമ ചെയ്യാന്ന് പറയുന്നത് അഡ്വാൻസ് വരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഹിന്ദിയിൽ ഇത് ചെയ്യാം, നമ്മൾ എഴുത്ത് മാത്രം, വേറെ ഡയറക്ടറൊക്കെ അവർ പ്രൊജക്ട് വലിയ ആർട്ടിസ്റ്റിനൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു. കഥ പറയാൻ പോയ ആൾക്കാർ ആദ്യം തന്നെ ചെക്ക് അങ്ങ് തരുമായിരുന്നില്ലേ? ചെക്ക് തരുമായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് വർക്കായെന്ന് പറഞ്ഞു സിനിമ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആസിഫോട്ട് ചെയ്യാൻ ഇവിടെ പ്ലാൻ ചെയ്തു. അതും പ്രൊഡക്ഷൻ സൈഡ് സംസാരിച്ചത് ഞാനോട്ട് ശരിയായില്ല. ആ സമയത്ത് ജയസൂര്യ അടുത്ത് ഞാൻ വേറൊരു കഥ ഒരാളോട് പറയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. കഥ പറഞ്ഞു കഴിയുമ്പോൾ ആ പുള്ളിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നിന്റെ അത് ബോംബേക്കിലൊക്കെ പോയി കഥയൊക്കെ പറഞ്ഞു കേട്ടു, ആരാണ് എന്താണ് ആ കഥയെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ ചെറിയൊരു കോമഡി സിനിമയാണ് പറഞ്ഞത്, പണി ഈ കഥ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു, അപ്പൊ തന്നെ നമ്മൾ പറയിപ്പിച്ചു. കേട്ടപ്പോൾ അതിന്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട്, ഇതൊരു മീറ്റിംഗ് ഉണ്ട്, നീ പോയിട്ട് നിന്നുള്ള സെക്കൻഡ് ഹാഫ് കേൾക്കാന്ന് പറഞ്ഞു. ഞാൻ പോയി വീട്ടിൽ എത്തിയപ്പോൾ നീ കോൾ വന്നു, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എടാ അവർ വന്നില്ല, നീ കഥ പറയാൻ പറഞ്ഞു. അത് ഞാൻ സെക്കൻഡ് ഹാഫും പറഞ്ഞു. സെക്കൻഡ് ഹാഫ് പറഞ്ഞാ ഈ സിനിമ ഞാൻ ഇമ്മീഡിയറ്റ് ചെയ്യാം. അത് ചേട്ടൻ നിൽക്കുന്നു പറഞ്ഞാൽ നാഷണൽ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചു ആ ഒരു പൊസിഷനിൽ നിൽക്കുക. അപ്പൊ എന്നെ ഒന്നും ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പം എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട്, നിനക്ക് ഞാൻ നാളെ അതിനുള്ള അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ വേറെ കമ്മിറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച സമയം തരണം, ഒരാഴ്ചക്ക് ശേഷം ഞാൻ എസ് നമ്പർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആളോട് ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ചു, ഇയാൾ ഫോൺ എടുത്തില്ല, അതിന് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. ഒരാഴ്ചക്കകത്തും കറക്റ്റ് 1 വീക്കിനകത്തും ചേട്ടൻ്റെ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ആ പ്ലാനിങ് ആണ്. ഫോൺ വന്നു, ഇവരുടെ എന്തായാലും ഞാൻ പറഞ്ഞായിട്ട് ആദ്യം നിന്ന് ചെക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇടി എന്നൊരു സിനിമ സംഭവിക്കുന്നത്. ആ ഇടി സംഭവിച്ചു, അതിനുശേഷം മോഹൻലാൽ സംഭവിച്ചു, ഇപ്പം ഖൽബ് എന്ന സിനിമയിൽ വന്നു നിൽക്കുന്നു. ഖൽബ് എന്ന സിനിമയിൽ നിൽക്കുമ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, അന്ന് കളിയാക്കിയവർ ഇന്ന് കൈയടിക്കുന്നു.
അപ്പൊ എനിക്ക് അറിയേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും. ഓക്കെ, കൽബ് എന്ന സിനിമയിൽ ഒരു പക്ഷേ പുതുമുഖ നായകനിൽ അപ്പുറമായി ദുൽഖറോ ഷെയ്ൻ നിഗമോ വരേണ്ടതായിരുന്നോ? അല്ല, ഞാൻ ഈ സിനിമ ഞാൻ ദുൽഖറിന്റെ വീട്ടിൽ പോയി ദുൽഖറിനോട് ഒരു 3 മണിക്കൂർ നറേറ്റ് ചെയ്താണ്. ദുൽഖറിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടു, നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ സിനിമയാണ് ആക്ച്വലി. അതിനുശേഷം എന്തോ ഒരു 6-7 അപ്പൊ ഞങ്ങള് അന്ന് ഈ കാണുന്ന ഷേപ്പ് അല്ല സിനിമയ്ക്ക്, കുറച്ചൊരു ദുൽഖർ എന്ന് പറഞ്ഞൊരു സ്റ്റാറിനെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം, ഞാൻ സുലൂടെ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റില്. അപ്പം അതിനുശേഷം അതെന്തുകൊണ്ടോ നടന്നില്ല. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജോമോൻ ഷമീർ മുഹമ്മദ് കൂടിയായിരുന്നു സിനിമ. അപ്പൊ ജോമോനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേറെ സിനിമ ചെയ്യാം. ഇവര് കമ്മ്യൂണിക്കേഷൻ നടന്നു. എന്താണ് അതിന്റെ പൊളിറ്റിക്സ് എനിക്ക് അറിയില്ല, പക്ഷെ പുള്ളി ഇത് ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഷെയ്നെ അപ്രോച്ച് ചെയ്യുന്നു. അതും ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഇപ്പം ഇടിയായാലും മോഹൻലാൽ ആണെങ്കിലും എനിക്ക് ഒരു ആസ് എ പുതുമുഖ ഡയറക്ടർ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഖൽബില് ഞാൻ ഫസ്റ്റ് എന്റെ തോട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഹിറ്റ് ആയാൽ അതിന്റെ എന്റെ വിജയവും, ഫ്ലോപ്പ് ആയാൽ അത് എന്റെ ഫ്ലോപ്പും ആയിരിക്കണം. അത് എന്റെ തീരുമാനങ്ങളുടെ ഫ്ലോപ്പ് ആണോ എന്ന് എനിക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രീതിയിലുള്ള കോംപ്രമൈസിങ് ഈ സിനിമയ്ക്ക് നിന്നിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം അതിൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ച പോലെ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് രഞ്ജിത്ത് സജീവും ഇല്ലെങ്കിൽ നെഹിയും ഇല്ലെങ്കിൽ ഓൺ ബോർഡ് വന്നപ്പോഴാണ്. അപ്പം ഞാൻ വിജയ് ഭാരതും പറഞ്ഞാണ്, വിജയ് ഭായ് നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് വിജയ് ബാബുവിന്റെ അടുത്ത് പറഞ്ഞത്, വിജയ് ഭാരത് പറഞ്ഞു, വിജയ് ഭായ് എന്നെ ട്രസ്റ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരും, മനസ്സിലായില്ലേ? പക്ഷെ തിയേറ്ററിൽ എന്തുകൊണ്ടോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര കണ്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പറഞ്ഞെങ്കിലും ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഖൽബിനെ. അത്രയും എന്നാൽ ഒരിക്കലും പുതുമുഖങ്ങളുടെ സിനിമ പോലെ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാ രീതിയിലുള്ള ഒരു വലിയ സിനിമയുടെ എല്ലാ സെറ്റപ്പുകളും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആർട്ട് ഉണ്ടായിട്ടുണ്ട്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഏറ്റവും ഹൈ എൻഡ് ക്യാമറാസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല ഫൈറ്റ് കൊറിയോഗ്രാഫി, നമ്മൾ പുറത്തെ സ്ഥലങ്ങളിൽ പോയി പാട്ടുകൾ ഷൂട്ട് ചെയ്യുക, ഇതൊക്കെ ഒരു പുതുമുഖങ്ങളെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റി, മനസ്സിലായില്ലേ? പക്ഷെ അതിനുള്ള റിസൾട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല. അത് കിട്ടാതെ കൊണ്ട് ഉറപ്പായിട്ടും എനിക്കും അതിന്റെ വിഷമം. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു നീതി ഉണ്ടെങ്കിൽ എന്നെങ്കിലും ദൈവം നമുക്ക് അതിനുള്ള റിസൾട്ട് തരും. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ ആമസോൺ പ്രൈമിൽ സിനിമ വന്ന ശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റീലിലും ഇവർ ആരാന്നും എനിക്കറിയില്ല, കരഞ്ഞുകൊണ്ട് ആൾക്കാർ പോസ്റ്റ് ഇടുന്നു, ആളുകൾ അതിന്റെ എല്ലാ പാട്ടുകളും എല്ലാ ഇതും പാർട്ടി വീഡിയോ ഇടുന്നു, ഇല്ലെങ്കിലും ആമസോൺ പ്രൈമിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾ ഏറ്റവും വ്യൂ കിട്ടുന്ന സിനിമയായിട്ട് മാറുന്നു. അങ്ങനെ ഒരു പുതുമുഖ സിനിമയ്ക്ക് തിയേറ്ററിൽ കിട്ടാത്തതിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് ദൈവം തന്നിരിക്കുന്നു. ഒരുപക്ഷെ മച്ചാൻ ഈ ഒരു കൽബ് സിനിമയില് പുതുമുഖ നടനല്ലാതെ ഷെയ്ൻ നിഗമായിരുന്നെങ്കിൽ തിയേറ്ററിൽ ഓടത്തില്ലായിരുന്നോ? അല്ല, ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാൻ കാരണം നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആസ് എ ഡയറക്ടർ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മൾ നായകനെ സെലക്ട് ചെയ്ത് കഴിയും. അവിടെ നിന്നൊരു നിരാശ വരുമ്പം തളർന്നില്ലേ? ബ്രോ, അങ്ങനെ നമ്മൾ തളരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അബീക്കയുടെ മോന്റെ അടുത്ത് അവരുടെ വീട്ടിൽ പോയി ഒരു കഥ പറയാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ്. അതോടൊപ്പം മമ്മൂക്കയുടെ വീട്ടിൽ പോയി ദുൽഖറിനോട് പറയാൻ വേണ്ടി പ്രൗഡ് മൊമെന്റ്. എന്നെ സംബന്ധിച്ചോളം അപ്പളേ ഞാൻ വിജയിച്ചു. അവരന്ന് എസ് പറഞ്ഞ് ഞാൻ വിജയിച്ചു. അതിനുശേഷം സംഭവിക്കാനത് ചിലപ്പം പല ഇൻവോൾവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ കഥ അവർ ഇഷ്ടപ്പെട്ടു, നമ്മളിത് ചെയ്യാമെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചോളം ആലപ്പുഴ പോലൊരു സ്ഥലത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല, മനസ്സിലായി? എന്റെ കുടുംബത്തിൽ ആരുമില്ല സിനിമയായിട്ട് ബന്ധമുള്ള. എന്റെ അച്ഛനോ ഒന്നും സംവിധായകനല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നൊരു കഥ പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് യെസ് വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് ആണ്. ജയേട്ടൻ്റെ കഥ പറയുമ്പോൾ എന്റെ പ്രൗഡ് മൊമെന്റ് ആണ്. മഞ്ജു ചേച്ചിയുടെ കഥ പറയാൻ പറ്റിയ എന്റെ പ്രൊമന്റ് ആണ്. ഇവരൊക്കെ ഞാൻ വളരെ നമ്മൾ അത്ര ആരാധകരായിട്ട് കാണുന്ന ആൾക്കാരെ നമുക്ക് നേരിട്ട് ഇങ്ങനെ നിങ്ങൾ ഇരുന്ന് നമ്മളിരുന്ന് സംസാരിക്കാൻ പറ്റുക, അവിടുന്ന് ഒരു ചായ കുടിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അപ്പളെ എനിക്ക് 100 crore അടിച്ചു എന്റെ മനസ്സിൽ, മനസ്സിലായില്ലേ? പക്ഷെ അതിനുശേഷം എന്റെ കയ്യിലില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആവും. അതിലൂടെ ഒന്നും നടന്നില്ല. പക്ഷെ എനിക്ക് അന്നും ഇപ്പോഴും തോന്നുന്നു ഒരിക്കലും എന്റെ റോങ് ചോയ്സ് അല്ല രഞ്ജിത്ത്. അതെ, അപ്പോഴും പുതുമുഖ നായകനെ കൊണ്ടുവന്നു. അപ്പോൾ ഡയറക്ടർ എടുത്ത എഫേർട്ട് കൂടുതലല്ലേ? അല്ല, അത് ബ്രൂ, അത് എന്ത് രസമുള്ള എഫേർട്ടാണ് ബ്രൂ. എനിക്ക് എന്ത് ഇഷ്ടമാണത്, മനസ്സിലായില്ലേ? അതല്ല എന്റെ ജോലി. ഇപ്പൊ ഞാൻ പോയിട്ട് സീൻ പറഞ്ഞിട്ട് ഇതാണ് എന്റെ സീൻ, ഓക്കെ, എന്റെ ക്യാമറയുടെ ബാക്കിൽ പോയിരിക്കുന്നതും ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറച്ചൊക്കെ കേട്ട് ഇവിടെ കേട്ട് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് അഭിനയിപ്പിക്കുന്നതും ബ്രോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത സിനിമയാണ് ഖൽബ്. ഞാൻ ഓരോ മൊമെന്റും ആ സിനിമയുടെ ഓരോ മൊമെന്റിന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ആണ്, മനസ്സിലെ? ഇപ്പൊ തിയേറ്ററിൽ ഇതിന്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവർക്ക് ഒന്നും എനിക്ക് അവരൊന്നും ഒരു പ്രശ്നമില്ല. കാര്യമില്ല ബ്രോ, എനിക്ക് ഈ സിനിമ വന്നിട്ടുള്ള ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്താണ്. അത് അനുഭവിച്ചേ എനിക്ക് അറിയത്തുള്ളൂ. ഇനി കൽബിലോട്ട് തന്നെ തിരിച്ചു മടങ്ങി വരുമ്പോൾ നമ്മള്
കൽബ് എന്ന ചിത്രം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലാണെങ്കിലും അഭിനയിപ്പിച്ചെടുത്ത് അല്ലെ ബലിപ്പിച്ചെടുത്ത് തിയേറ്ററിലേക്ക് ഇറക്കുന്നു. അവിടെ ഏറ്റവും നിരാശ തന്നൊരു കാര്യം എന്ന് പറയുന്ന ആളുകളില്ല. ആ സിനിമകളിൽ തന്നെ മറ്റ് പ്രമുഖ നടന്മാരെ വെച്ച് മറ്റ് സിനിമകൾ ആ സിനിമയോടൊപ്പം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു. പിന്നീട് വൻ പരാജയമായ കൽബ് എന്ന സിനിമയെ ഇന്ന് ആളുകൾ ഏറ്റെടുക്കുന്നു, ഇന്ന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. കൽബ് കണ്ടതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, കൽബ് തിയേറ്ററിൽ ഇറങ്ങാതിരുന്നതിൽ അല്ലെങ്കിൽ നിരാശ വന്ന് ഞങ്ങൾ ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലാവാത്ത കാര്യം ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? അതല്ല, ഇപ്പൊ പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവിടുത്തെ സോ കോൾഡ് ഭയങ്കര വലിയ റിവ്യൂസ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആള് വരാൻ, ഇല്ലെങ്കിൽ അതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഈ പറയുന്ന റൂമിനകത്തിരുന്ന് അവരുടെ കോപ്രായങ്ങൾ കാണിക്കുന്ന ആൾക്കാർ പറഞ്ഞതുകൊണ്ടല്ല കൽബിന് ആൾ വരാത്തത്, കൽബ് തിയേറ്ററിൽ സക്സസ് ആകാത്തത്. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, മലയാള സിനിമയിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള അനിത്യപ്രാവ്, ഗോഡ് ഫാദർ പോലത്തെ സിനിമകൾക്ക് പണ്ട് സിദ്ദീഖ് സാറിന്റെ ഫാസാറിന്റെ ഇന്റർവ്യൂ കണ്ടറിയാം, ആദ്യത്തെ ഒരാഴ്ച ആളില്ലായിരുന്നു. പക്ഷെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ 2 വരുമെന്ന് ആദ്യം കണ്ട്, അത് 10 വരായി, 10 വരെ 20 വരായി, അത് 50 ആയി, 100 ആയി, ഹൗസ്ഫുൾ ഷോസുകളായി. ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ നിലനിൽക്കുന്ന സിനിമകളിലേക്ക് ആദ്യത്തെ അവസ്ഥയാണ് അതാണ്. ഇന്ന് ഇപ്പൊ കൽബ് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അന്ന് പറയുന്നത് ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ളത് ഓസ്ലറാണ്, മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ മമ്മൂക്കായും ജയറാമേട്ടനും മെയിൻ ക്യാരക്ടറിൽ വരുന്ന സിനിമയാണ്. അപ്പം വിജയ് ഭായ് സ്ട്രാറ്റജി പറഞ്ഞു, ഓക്കെ, ഒരു സിനിമയ്ക്ക് കൂടി സ്കോപ്പ് ഉണ്ട്, റൈറ്റ് ഡേ ആണ്, പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, സോ അത് റൈറ്റ് ടൈമാണ്. ഓക്കെ, ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരുന്ന അന്ന് 5 അന്യഭാഷ ചിത്രങ്ങൾ തിയേറ്ററിലുണ്ട്. അതായത് ധനുഷ് ഒരേ സമയം അന്ന് പടം റിലീസാ. അന്ന് ദിവസം ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ, ശിവകാർത്തികന്റെ ഒരു സിനിമ, പിന്നെ ഹനുമാൻ എന്ന് പറയുന്ന കന്നഡ സിനിമ, പിന്നെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന വിജയ് സേതുപതി സിനിമ, പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ. ഈ 5 സിനിമകള് തിയേറ്ററിലോട്ട് വരുവാണ്. അതിന്റെ കൂടെ നമ്മുടെ കൽബ്. അപ്പൊ ഒരു സാധാരണ പ്രേക്ഷകന് 6ാമത്തെ 7ാമത്തെ ഓപ്ഷനാണ് കൽബ്. അപ്പം നിങ്ങൾ ആലോചിക്കും, കൽബ് എന്ന രഞ്ജിത്ത് സജീവ് എന്ന പുതുമുഖ നായകനും പിന്നെ നേഹ നസ്രിൻ എന്ന നായികയും സാജിദ് ദഹിയ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമ നിങ്ങൾ 10 മണിക്കത്തെ ഷോയ്ക്ക് പോകത്തില്ല. 10 മണിക്കത്തെ ഷോയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കട്ടാവണം, ആളുകൾ വരേണ്ട ഷോ. ഇപ്പൊ ഓക്കെ, 10 പേർക്ക് വേണ്ടി ഷോ ഇടുന്നില്ല, ഇല്ലെങ്കിൽ 20 പേർക്ക് വേണ്ടി ഷോ ഇടുന്നില്ല. ആ സമയത്ത് അവർ നോക്കുന്നത് തമിഴ് സിനിമ, തെലുങ്ക് സിനിമ ഇടുകയാണ്. അപ്പൊ ഇവിടുത്തെ അസോസിയേഷനുകൾ, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ റൂമിലിരുന്ന് വിടുവായത്തരം പറയുന്ന ഓൺലൈൻ റിവ്യൂസിനെ അല്ല കുറ്റം പറയേണ്ടത്. അവരതുകൊണ്ട് ജീവിക്കുന്നത്, അതുകൊണ്ട് ജീവിച്ചു പോയിക്കോട്ടെ. മലയാള സിനിമ ഇതുപോലുള്ള ചെറിയ സിനിമ, വലിയ ഡിസ്ട്രിബ്യൂഷനോ ഭയങ്കര വലിയ കൊട്ടിയാഘോഷിക്കപ്പെടില്ലാത്ത ചെറിയ സിനിമകൾ തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഇപ്പം റിവ്യൂസിന്റെ ബേസിലാണെങ്കിൽ മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്യേണ്ട സിനിമ പല്ലുട്ടിയാണ്, ഞാൻ തന്നെ പ്രൊഡ്യൂസർ സിനിമ. ആ സിനിമയ്ക്ക് നെഗറ്റീവ്, എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ്. ഈ പറയുന്ന എല്ലാവരും കരഞ്ഞും ഇത് ഭയങ്കര സിനിമ, എന്താ കളക്ഷൻ വന്നത്? കാരണം എന്താണ്? ആ പല്ലുട്ടി ഇറങ്ങിയ ദിവസം നേരെ വന്നിരിക്കുന്നത് ദുൽഖർ സൽമാൻ, ലക്കി ഭാസ്കർ വന്നിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് ശിവകാർത്തികന്റെ സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമകൾ വരുമ്പം ഇല്ലെങ്കിൽ പണി എന്ന സിനിമയാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളത്, ഒറ്റ സിനിമയേ ഉള്ളൂ. പക്ഷെ ഈ 2 സിനിമ വന്നതോടെ പണി എന്ന് പറയുന്ന വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി ഞങ്ങളുടെ ഫിയോക്ക് സംഘടന ചെയ്യുന്ന സിനിമയാണ്. ഷോസ് കട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെയാണ്. ഇത്ര അഭിപ്രായങ്ങൾ കിട്ടിയിട്ട് ഇത്രയും ഹൗസ്ഫുൾ ഷോസ് കിടന്നിട്ട് ഷോ കൗണ്ട് ഇല്ല. അവർക്ക് 50 ഷോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന 10 ഷോയാണ്. ആ 10 ഷോയ്ക്ക് ഞാൻ എല്ലാ തിയേറ്ററുകാരെയും 10 പ്രാവശ്യം വിളിക്കണം, ചേട്ടാ ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഷോ വരാൻ പറ്റുമോ, ചേട്ടാ ഒരു സെക്കൻഡ് ഷോ വരാൻ പറ്റുമോ? കാരണം കൽബിൽ സംഭവിച്ചത് പല്ലുട്ടിക്ക് സംഭവിക്കരുതെന്ന് ഞാൻ മാക്സിമം ശ്രമിച്ചു. അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറം പോകേണ്ട സിനിമയാണ് പല്ലുട്ടി. ഇപ്പം അന്ന് എനിക്ക് പ്രോപ്പർ ടൈമിൽ ഷോ കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന റിവ്യൂസ് പറഞ്ഞതിനെതിരെ ഇന്ന് ഓൺലൈനിൽ ആൾക്കാർ പറയുന്നത് പോലെ അന്ന് പറഞ്ഞേനെ, അതുകൊണ്ട് ബാലൻസ് ചെയ്ത് കൽബ് നിന്നേനെ. പക്ഷെ നിന്നില്ല. സോ ഒരിക്കലും കൽബ് വർക്കാവുന്നത് ഇവിടുത്തെ ഈ പറയുന്ന അവർ കാരണമല്ല, ഈ പറയുന്ന വിഭാഗം കാരണമല്ല. അത് നമ്മൾ സിനിമയുടെ അസോസിയേഷൻ, ഇല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ, ഇവിടെ വരുന്ന അന്യഭാഷ ചിത്രങ്ങൾ, അവർക്കൊരു സെപ്പറേറ്റ് ചെറിയ മാർക്കറ്റ് മാത്രമാണ് കേരളം. നമുക്ക് ജീവനാണ് ഈ മാർക്കറ്റ്, നമുക്ക് നിലനിൽപ്പാണ് ഈ മാർക്കറ്റ്. അവർക്കൊരു സെപ്പറേറ്റ് ഒരു ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ ഒരു സ്പേസ്. ഓക്കെ, ചുമ്മാ എങ്കിലും ഡബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷം അവിടെ കിട്ടും, അത് പിടിക്കാം, അതേ ഉള്ളൂ. ഞങ്ങൾക്ക് നിലനിൽപ്പാണ്. നാളെ രജിസഞ്ജിനെ പോലത്തെ, നെസിനെ പോലത്തെ, എന്നെ പോലത്തെ ആൾക്കാർ വന്നാൽ മാത്രമേ ഇവിടെ ഇനി ആർട്ടിസ്റ്റുകൾ വരത്തുള്ളൂ, ഇനി സിനിമകൾ സംഭവിക്കുള്ളൂ, ഇൻഡസ്ട്രി വളരത്തുള്ളൂ. അവർക്ക് ഇവിടുത്തെ വലിയൊരു ഡിസ്ട്രിബ്യൂഷന്റെ പേരിൽ ഇവിടെ തിയേറ്ററുകളിലെ എല്ലാ ഷോസും കൊടുത്താൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും? സജിത് ബ്രോ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കൽബ് ഇറങ്ങുന്ന ഇന്നേ ദിവസം രജനീകാന്തിന്റെ ഒരു പടം ഇറങ്ങിയാൽ ആളുകൾ രജനീകാന്തിനെ കാണത്തുള്ളൂ. കണ്ടോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 10 ഷോ ഇടുമ്പോൾ ഒരു 5 ഷോ കൽബിനതാ അത്രേ ചോദിക്കുന്നുള്ളൂ. ഇല്ലൊരു 3 ഷോ താ, അത് രാവിലത്തെ 10 മണിക്ക് ഷോ എനിക്ക് വേണ്ട. ഇതിനെങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പല്ലുട്ടി എന്ന സിനിമ
തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ഡയറക്ടർ ആയിട്ടുള്ള മാരി സെൽവരാജ് പ്രസന്റ് ചെയ്ത ഇപ്പൊ ലിജൂസ് പല്ലിശ്ശേരി കേരളത്തിൽ പ്രസന്റ് ചെയ്തതുപോലെ അദ്ദേഹം പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമ തമിഴ്നാട്ടിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്താന്ന് പറഞ്ഞു. ഓക്കെ. ഞങ്ങൾ അതിന്റെ ഡബിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 15 വരെ എല്ലാ ആഴ്ചയും 8ഉം 6ഉം തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് നോക്കാം. അപ്പൊ അവർക്കുണ്ടാക്കാം. അവർക്കുണ്ടാവില്ല, അവരുടെ തോട്ട് അങ്ങനെ അസോസിയേഷനിൽ നിൽക്കണം. അപ്പൊ എന്തുകൊണ്ട് അത്രയും നട്ടലുള്ള അസോസിയേഷൻ ടീമുകൾ നമുക്കിടയിൽ ഇല്ല? അവര് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ അസോസിയേഷന്റെ ഹെഡിലാണ് ഈ സിനിമകൾ അവിടുന്ന് കോടികൾ വാങ്ങിച്ചു വന്ന് ഇതിനകത്ത് ഷെയറും പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സിമ്പിൾ. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഒരു ക്യാമറയില് റൂമിനുള്ളിൽ 4 ചുവരിന്റെ അകത്തിരുന്ന് സിനിമ റിവ്യൂ ഇടുന്ന ഒരു വ്യക്തിക്ക് സിനിമയെ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോഴും സജിത് പറയുന്നത്. അതിനപ്പുറത്തെ പവറാണ് സിനിമയ്ക്ക്. അതിനപ്പുറത്തെ പവറാണ് 10-200 പേര് 10-60 ദിവസം കുടുംബവും വീടും എല്ലാം കളഞ്ഞ് ഒരു സ്ഥലത്ത് പോയിരുന്ന യുദ്ധം പോലെ സിനിമ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. മനസ്സിലായില്ലേ? അതിനെ ഒരു റൂമിൽ ഇരുന്നിട്ട് അവന്റെ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു 2 ലക്ഷം 3 ലക്ഷം വ്യൂ കിട്ടുന്ന ഒരു വീഡിയോയിലും നശിച്ചു പോകത്തൊന്നുമില്ല. നശിപ്പിക്കാനും പറ്റില്ല. അപ്പോഴും ജനങ്ങൾ ആ കാണുന്ന വ്യക്തികളെ, റിവ്യൂ ഇടുന്ന വ്യക്തികളെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. അതിലുപരി അവരിടുന്ന റിവ്യൂ മോശപ്പടമാണെന്ന് പറയുമ്പോൾ ഇത്ര ഒരു ആൾക്കാരല്ലേ കാണാതെ പോകുന്നത് പടം? അതൊരു വിഭാഗം മാത്രമാണ്, ഒരു വിഭാഗം മാത്രം. മനസ്സിലായില്ലേ? അതിനെ ഓവർകം ചെയ്യാവുന്ന ഷോർട്ട് കോൺ നല്ല സിനിമകൾക്ക്. ഇപ്പൊ ഒരു മോശം സിനിമ അത് എത്രത്തോളം പറഞ്ഞ് എനിക്കറിയില്ല. ഇപ്പൊ കൽബ് ഇപ്പം ഓൺലൈനിൽ കിട്ടുന്ന സപ്പോർട്ട് അന്ന് കിട്ടിയിരുന്നെങ്കിൽ, അന്ന് ആളുകൾ ഇതുവരെ കൂടെ നിന്നിരുന്നെങ്കിൽ നിക്കില്ലേ പടം തിയേറ്ററില്? തീർച്ചയായിട്ടും നിന്നില്ല. നിങ്ങൾ നിൽക്കാൻ അവർക്ക് കാണണ്ടേ? സിനിമ കാണാൻ പറ്റിയുള്ള സിനിമ കൊള്ളത്തില്ല അല്ലെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ബയസ്ഡ് അഭിപ്രായം മാത്രം കേൾക്കും. ഇപ്പൊ ബ്രോ ഈ പടം കണ്ടു, പടം കണ്ടിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുടെ റിവ്യൂ കേട്ടു. റിവ്യൂ കേട്ടിട്ട് ബ്രോ ഓക്കെ ഇത് കൊള്ളത്തില്ല കാണണ്ട, അത് ചോദിക്കുമ്പോൾ ഒരു 10 റിവ്യൂ നല്ല വന്നതിനാ നല്ല റിവ്യൂ ആണല്ലോ, ഒന്ന് കണ്ടു നോക്കാമല്ലോ, ബ്രോടെ പോവും. ആ ടൈം ഫ്രെയിം, ആ ബ്രീത്തിങ് സ്പേസും സിനിമയ്ക്ക് വേണം. അല്ലാതെ അപ്പം തന്നെ എടുത്തിട്ട് ഓക്കെ അടുത്ത് മാറ്റിക്കോ എന്ന് പറയും. എന്നാൽ സപ്പോർട്ട് ചെയ്ത തിയേറ്റേഴ്സ് ഉടമകളുണ്ട്. മുക്കത്തൊരു തിയേറ്റർ ഉണ്ട്, അതിന്റെ തിയേറ്റർ എന്നെ വിളിച്ചു. പുള്ളിക്ക് 5 ഷോ ഇട്ട് തന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത തിയേറ്റർ ഉടമ എല്ലാവരും ഞാൻ അപേക്ഷിക്കുകയല്ല. ഇപ്പൊ പല്ലുട്ടി എന്ന സിനിമ റിലീസ് ചെയ്ത ദിവസം ഞാൻ ഒരു തിയേറ്റർ വിളിക്കുക, തൃശ്ശൂരുള്ള ഈ അസോസിയേഷനുള്ള ഫിയോക്കിലുള്ള വിളിക്കുമ്പോൾ അയാൾ പറയണത് തിങ്കളാഴ്ച പടം ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ ചേട്ടാ എന്ത് വർത്താനം ഈ പറയുന്നത്? എന്ത് വർത്താനം ഈ പറയുന്നത്? തിങ്കളാഴ്ച പടം നിൽക്കണോ നമുക്ക് നോക്കാം. ആ പടം 42 ദിവസം കേരളത്തിൽ ഓടി. മനസ്സിലായി? അയാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അയാൾ കാണട്ടെ. അപ്പം ഇതുപോലുള്ള ഒരുപാട് ഒരു സിനിമ ഉണ്ടാക്കുന്നതോ, ഒരു സിനിമ കഥ ആലോചിക്കുന്നതോ, ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് വാങ്ങിക്കുന്നതോ, പലിശക്കെടുത്തും കടം വാങ്ങിച്ച് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ സിനിമ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ പറ്റാത്തതാണ്. വലിയ ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, നല്ല ബാക്കപ്പ് ഉണ്ടാവും, നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പക്ഷെ ചെറിയ സിനിമകളുടെ വേണ്ടേ? ഈ മലയാള സിനിമ എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ സിനിമകളിലും നോക്കും, ഇതുപോലുള്ള അറ്റംപ്റ്റുകളിലൂടെയാണ്, പുതിയ അറ്റംപ്റ്റുകളിലൂടെ, ആരും വീണ് പൊട്ടി വീണ് മുളച്ചൊന്നുമല്ല, കണ്ടന്റുകളിലൂടെ ലിജൂസ് പല്ലിശ്ശേരി പോലത്തെ ഡിഫറെന്റ് സിനിമകൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. അരവിന്ദ് സാറിനെ പോലത്തെ അങ്ങനെ സിനിമകളോട് വരണം. ഇവിടെ എല്ലാ ദിവസവും രാവിലെ വൈഫിനെ റേപ്പ് ചെയ്യുന്ന പറഞ്ഞ് കൊല്ലാൻ പോകുന്ന നായന്റെ സിനിമ മാത്രം പറയാം. കണ്ട് മടുത്ത് ബ്രോ. നമുക്ക് പുതിയ സിനിമകൾ വരണം. കൽബും ഭയങ്കര വലിയ ഭയങ്കര കഥയൊന്നുമില്ല, നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമയില്. ഒരു പോസിറ്റീവ് നോട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും കൽബ് കണക്ട് ആവുന്നുണ്ട് റിയൽ ലൈഫില്. ഇല്ല ബ്രോ, ഒരു ആർട്ട് ഫോമിനും 100% ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. പല മൈൻഡ് ഉള്ളവരാണല്ലോ. അതെ. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. മനസ്സിലായി? ഇപ്പം അത് എന്തായാലും അതിനുള്ള ഉത്തരവാണ് കൽബിപ്പോ OTT കാണുന്ന റിവ്യൂസ്. നിങ്ങൾക്ക് ഇപ്പം ഇൻസ്റ്റ നോക്കി അറിയാം. ഇതൊന്നും ഞങ്ങൾ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവർ ആരാന്നൊന്നും എനിക്കറിയില്ല. ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി റീൽ കട്ട് ചെയ്യുകയാണ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുകയാണ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി റിവ്യൂ ഇടുകയാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യുകയാണ്, ഇത് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെ താഴെ പോയി ചീത്ത വിളിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെയും സജിത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആക്ടറിനെ ഒരു കൂട്ടം ചേർന്ന് ശത്രുതയായി കണ്ട് പൊളിക്കാൻ തീരുമാനിച്ചതാണോ? ബ്രോ ഒരിക്കലും അല്ല ബ്രോ. ഇവിടെ ആർക്കും ആരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനൊന്നും ആർക്കും ആരെയും തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാൻ ഇവിടെ സമയമില്ല. അപ്പോഴാണോ വേറെ നശിപ്പിക്കുക? അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു ഭയങ്കര വലിയ ആളുമല്ല ഞാൻ. മനസ്സിലായില്ലേ? പക്ഷേ അല്ല, വലിയ ആളൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് നമുക്കറിയാം. അല്ല ബ്രോ, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇന്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും. അത് തിയേറ്ററിൽ കിട്ടാത്തതല്ല. ഇപ്പൊ തിയേറ്ററിൽ 100 കോടി അടിക്കുന്നതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതുവരെ കാണാത്ത കുറച്ച് മുഖങ്ങൾക്ക് വേണ്ടി, ഇതുവരെ കാണാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഈ ഓൺലൈനിലെ ആൾക്കാർ കരയുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിന് നല്ല റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ, അതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം ബ്രോ. അതാണ് എന്റെ 100 കോടി. ഈ സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്ത് ഈ പറയുന്ന നായകനും നായികയ്ക്കും ഡയറക്ടറിനെ പോലെ തന്നെ വിഷമം ഉണ്ടായി കാണും. അപ്പോഴും ഡയറക്ടർ ഇപ്പം പറയുന്നു, ഞാൻ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാനും എൻ്റെ ടീമും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലേ നാളെ കാലം തെളിയിക്കും. ആ ഒരു മൈൻഡ് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇവര് വിശ്വസിച്ചിരുന്നോ?
അല്ല അവർ പുതിയ ആൾക്കാരാണല്ലോ. അല്ല മീൻസ് അവരെപ്പോഴെങ്കിലും ഇപ്പം ഈ ഒരു സന്തോഷം പങ്കിട്ടോ? എനിക്ക് എല്ലാവരും രണ്ടുപേരും ഇന്നലെ എനിക്ക് രഞ്ജിത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, ഇതേപോലെ സന്തോഷം ഭയങ്കര ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. നമ്മുടെ നെസ്റ്റിന് എനിക്ക് മെസ്സേജ് അയച്ചു. ഇപ്പം ഈ സിനിമയുടെ 3-ാമത്തെ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് എനിക്ക് പ്രേക്ഷകരോട് സംവദിക്കാൻ പറ്റാത്ത എന്റെ ഒരു വിഷമത്തെ കുറിച്ച്. അപ്പൊ അന്ന് പെട്ടെന്ന് ഒരുപാട് ആളുകൾ അതിന്റെ സ്ക്രീൻഷോട്ട് കളിയാക്കി ഗ്രൂപ്പുകളിലൊക്കെ ഇവൻ ആരാണ്, ഇവന്റെ ഏത് സിനിമയാണ് വർക്ക്, അങ്ങനെ കുറെ കമന്റ് ഒക്കെ വന്നു. അപ്പൊ അതൊന്നും അപ്പൊ എന്നെ പ്രൊഡക്ഷൻ വിളിച്ചു പറഞ്ഞു ഇതേപോലെ ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യണം. കാര്യം അപ്പൊ തന്നെ പല ചാനലുകളിലും ഇത് റിപ്പീറ്റായിട്ട് പോകാൻ തുടങ്ങി. അത് നമ്മൾ തന്നെ നമ്മൾ തോൽക്കുന്നു എന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു ശരിയാണ്, പക്ഷെ ഇന്ന് ഞാൻ ആ പോസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ഇടണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. ആ പോസ്റ്റ് ഇട്ട് എന്തുകൊണ്ട് ഞാനത് പറഞ്ഞെന്നും എന്തുകൊണ്ടാണ് എന്റെ ക്ലാരിഫിക്കേഷൻ കൊണ്ടൊരു ആവശ്യം തോന്നുന്നത് ഞാൻ ഒരു വീഡിയോ ഉണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പം എല്ലാവർക്കും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രകാശ് ലക്സൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉറക്കമില്ലാതെ വർക്ക് ചെയ്ത വർക്കാണ്. അയാളുടെ മൂത്രപ്പാട്ടെന്ന ഒരു പിന്നെ ഒരു വ്ളോഗിങ് ചെയ്യുന്ന ഒരാൾ, ഒരു റിവ്യൂ പറയുന്ന ഒരാള് അതിന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നിങ്ങൾ റിവ്യൂ ചെയ്തോളൂ, ഉള്ളതാണ് സിനിമ എന്നും വിമർശനങ്ങളിലൂടെയാണ് നല്ല കലകൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ഇവിടുത്തെ ഭയങ്കര വലിയ വ്ളോഗ്, ഇപ്പൊ ലെൻസ്മാൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഭയങ്കര വലിയ റിവ്യൂറിന് സ്വയം കൊട്ടിയാഘോഷിക്കുന്ന സിനിമയുടെ തലപ്പത്ത് എന്നറിയുന്ന ഒരാള്, അയാൾ ഖൽബിന്റെ റിവ്യൂ ഭയങ്കര മോശമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, ഈ സിനിമ കണ്ടിരുന്ന സമയത്ത് ബാക്കിൽ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് കേട്ടു, നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയത് നമ്മൾ രക്ഷപ്പെട്ടു, ടിക്കറ്റ് എടുത്തതിന്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ റൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രോ അയാളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ഷൻ കൊള്ളത്തില്ല, ഓക്കെ നോ പ്രോബ്ലം, ഇഷ്ടപ്പെട്ടാണതില്ല, ക്യാമറ ഓക്കെ കുഴപ്പമില്ല, വർക്ക് ആയിട്ടില്ല, മ്യൂസിക് ഭയങ്കര ഇതായിട്ട് തോന്നി, ലൗഡായിട്ട് തോന്നി, എല്ലാം അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ബ്രോ അയാളെ പോലത്തെ റിവ്യൂ എന്തിന് ഇങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നത്? അത് പർപ്പസ്ഫുള്ളി ഈ സിനിമയെ പിന്നെയും താത്തിക്കെട്ടുവാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഞാനൊരു 10-15 കോൾ വിളിച്ചു. എനിക്ക് വേണമെന്നില്ല, ഇത് അറിയാൻ വേണ്ടിയാണ് എന്തിന് ബ്രോ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എഴുതണം. പുള്ളി എനിക്ക് ഫോൺ എടുത്തില്ല, ഞാൻ പുള്ളിക്ക് വോയിസ് നോട്ട്, ബ്രോ എല്ലാം ഓക്കെയാണ്, പക്ഷെ ബ്രോ ആ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അത് ഭയങ്കര മോശമാണ് ബ്രോ ഇനി ഒരു സിനിമ അങ്ങനെ ചെയ്യാതിരിക്കുക, മനസ്സിലായില്ലേ? അത് ഭയങ്കര ഒരു ഇമോഷണലി നമ്മളെ ഭയങ്കര ഡൗൺ ആണ്. നല്ലൊരു റിവ്യൂവർ ആണെങ്കിൽ അങ്ങനെ പോലും എഴുതേണ്ട ആവശ്യമില്ല, ആളുടെ ഒപ്പീനിയൻ ആൾക്ക് പറയാം. ഇപ്പൊ സജീദ് എന്ന ഡയറക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്യാമറ സൈഡ് ഇഷ്ടമല്ല, ഡയറക്ടറിന്റെ സൈഡ് ഇഷ്ടമല്ല, ആക്ടിങ് സൈഡ് ഇഷ്ടമല്ല, നിങ്ങൾക്ക് പറയാം, വിമർശിക്കാം. ഇതൊന്നുമില്ലാതെ പുറകെ വന്നിരുന്ന ആൾക്കാരെ പറ്റി വരെ റിവ്യൂ പറഞ്ഞെങ്കിൽ അവനെ പറയാൻ വേറെ വാക്കുകളില്ലല്ലേ? ഇത്രയൊക്കെ നടന്നിട്ട് എങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലപ്പുഴ പോലത്തെ സ്ഥലത്ത് നിന്ന് വന്നു. ഇപ്പം അജിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലും എനിക്ക് പ്രൗഡ് മൊമെന്റ് ആണ്. എന്നാൽ നിങ്ങളെ പോലെ ആളുടെ മുമ്പിൽ എനിക്ക് ഇന്റർവ്യൂ ഇറങ്ങി ഡയറക്ടർ മുമ്പിൽ പ്രൗഡായിട്ട് വന്നിരിക്കാൻ പറ്റുക, എന്റെ സിനിമ OTT ഹിറ്റ് അടിച്ചു എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുക, ബ്രോ അതെനിക്ക് പ്രൗഡാണ്. ആ കിട്ടുന്ന ഇത്രയും നെഗറ്റിവിറ്റി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ സിനിമയെ കുറിച്ച് 10 നെഗറ്റിവിറ്റി കമന്റ് വരുമ്പോൾ അതിനകത്ത് ഒരു പോസിറ്റീവ് കമന്റ് വരും, മനസ്സിലായി? ആ പോസിറ്റീവ് കമന്റ് മതി ബ്രോ ഈ 10 അടിച്ചു കളയാൻ. അത് ഇപ്പൊ കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, തിരക്കിന്റെ ഇടയ്ക്ക് അന്ന് 10 നെഗറ്റീവ് കമന്റ് ഇട്ടവർക്കെതിരെ ഇന്ന് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഞാൻ എല്ലാം ക്ലോസ്ലി വാച്ച് ചെയ്യും. ഇപ്പൊ കൽബ് ഇറങ്ങിയ സമയത്ത്, OTT ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്. ആ ഇട്ട മെസ്സേജ് അല്ലെ വിളിച്ച കോളില് ഇന്നും മനസ്സിൽ തട്ടിയ വാക്കുകൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല്, അതായത് സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു വലിയ പ്രൊഡ്യൂസർ, ഇവിടുത്തെ ഒരു വലിയ പ്രൊഡ്യൂസർ എന്നെ വെച്ചിട്ട് പറഞ്ഞു, ഇന്നും ഉണ്ടോ? ഭയങ്കര വലിയ പ്രൊഡ്യൂസറാണ്, ആരെന്ന് ഞാൻ പറയുന്നില്ല, പുള്ളി ഒരു വലിയ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ തനിക്ക് ഈ പണി നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. കുറെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാനും തിരിച്ച് റോങ് ആയിട്ട് തന്നെ എന്റെ പ്രഷറിൽ ഞാനും സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്ത് പോയി. അതിനുശേഷം ഇന്നലെ രാവിലെ എനിക്കൊരു മെസ്സേജ്, ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് എന്ന് പറഞ്ഞിട്ട് ഇതിന് ആരും ഇട്ട് റിവ്യൂ കിട്ടുന്നു. അപ്പം ഞാൻ തിരിച്ചൊരു തമ്പും ഒരു ഹാർട്ട് വെച്ചു. അതിന് കുട്ടി ചോദിക്കാൻ ഒന്നും പോയില്ല, മനസ്സിലായില്ലേ? അതിനപ്പുറം ഒരു പ്രതികരണ മധുരമുണ്ടോ? അതാണ് ബ്രോന്റെ ഏറ്റവും വലിയ സക്സസ്, മനസ്സിലായില്ലേ? അതിനകത്ത് ഞാൻ മാസ് ഡയലോഗ് അടിച്ചിട്ടോ പുള്ളിയെ ബ്ലോക്ക് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല, മനസ്സിലായില്ലേ? ആ പുള്ളിയെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ പറ്റിയാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കാണുന്നു. ഞാൻ ഈ കൽബിന് ശേഷം ഇവിടെയുള്ള മുഖ്യധാര കുറെ ആർട്ടിസ്റ്റുകളോട് കഥ പറയാം, അല്ലാതെ ഞാൻ വിളിക്കുമ്പോ പോലും നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഈ കൽബിന്റെ കഥ അല്ല, കൽബിന്റെ അല്ല, അടുത്ത പടം ഞാൻ ചെയ്യണമല്ലോ. ഓക്കെ. അപ്പൊ അത് ബേസ്ഡ് ഓൺ കൽബ് എന്ന സിനിമയെ ബേസിട്ടാണ് അവർ പറയുന്നത്, മനസ്സിലായേ? ആ സിനിമ ഒരു പൊട്ട അത് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾ പടം കണ്ടോ? ഇല്ലെങ്കിൽ അതൊക്കെ രണ്ടാമത്തെ കേസാണ്. അവർ കണ്ടുപോലും കാണത്തില്ല, അവർ അറിയത്തുമില്ല സിനിമ ആണെങ്കിലും അറിയാം. പക്ഷെ അവർക്ക് ഒരു ഫ്ലോപ്പ് സിനിമയുടെ ഡയറക്ടർ, മനസ്സിലായി, പിന്നെയും വിളിക്കുന്നു അടുത്ത സിനിമ ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അപ്പൊ അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യം. ഇങ്ങനെ പല കുത്തുവാക്കുകളും പറഞ്ഞിട്ടുണ്ടോ? എത്ര പേര് പറഞ്ഞതിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു കുത്തുവാക്ക് ഏതായിരിക്കും ഇന്ന് ഓർത്തിരിക്കുന്നത്? കുത്തുവാക്ക് കറക്റ്റായിട്ട് അല്ല, കുത്തുവാക്കുകൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുത്തുവാക്കുകളുണ്ട്. കുത്തുവാക്കുകളല്ലേ ബ്രോ നമ്മുടെ പ്രചോദനം? അതിൽ ഒരെണ്ണം പറ. അത് നേരത്തെ പറഞ്ഞൊരു കുത്തുവാക്കല്ലേ,
ഈ പരിപാടി നിർത്തിക്കൂടാന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു കുത്തുവാക്കാണ്. ഇടി കഴിഞ്ഞപ്പോ ഒരാള് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇടിയിൽ എവിടെയാണ് പ്രണയം? ഞാൻ പറഞ്ഞു എന്റെ സിനിമയുടെ പേര് ദിൽവാല ദുൽഹനിയ ലേ ജായേംഗെ എന്നല്ല, ഇടി എന്നാണ്. അത് അനർത്ഥമാക്കുന്ന എല്ലാ സിനിമയിലും ഉണ്ടെന്ന് പറഞ്ഞു. അതും വലിയ പ്രൊഡ്യൂസറായിരുന്നു, മനസ്സിലായി. അപ്പം പിന്നെ ഒരു വലിയൊരു ആക്ടർ, എന്റെ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടൊരു ആക്ടറാണ്, വലിയൊരു ആക്ടറാണ്, ഇന്നും മലയാള സിനിമയിലുണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, പുള്ളി ആയിരുന്നു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, അല്ല അവരോട് പറഞ്ഞേക്ക് എന്താണ് ഈ പടം ഇറങ്ങിയിട്ടില്ല ഇപ്പൊ OTT-ല്, പിന്നെ ആഗ്രഹം മാത്രം പോരാ, മനസ്സിലായില്ലേ, കഴിവൂടെ വേണമെന്ന്, മനസ്സിലായില്ലേ എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അത് കുഴപ്പമില്ല, ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല, വിട്ടു. പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു, ഇന്ന് കാണുന്നുണ്ട് ക്യാമറ നോക്കി പറഞ്ഞു, ആഗ്രഹം ആണ് ആ കഴിവ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ആഗ്രഹിച്ച് നേടിയ ആളാണ് അയാളും, മനസ്സിലായില്ലേ. ഓക്കെ. അപ്പം അത് അങ്ങനെ തന്നെ കാണുക എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിനിപ്പോ പറഞ്ഞു അത്രേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പ്രേക്ഷകർ ഇന്ന് കൽബിനെ ഏറ്റെടുത്ത ഈ നിമിഷത്തിൽ അതെ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പം നിങ്ങളോട് എല്ലാവരും ഈ സിനിമ കണ്ട് ഒരുപാട് ആളുകൾ ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകളും റീലുകളും ഷോർട്സുകളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഇനിയുള്ള ഞങ്ങൾക്ക് ആപ്പാടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആമസോണിൽ ഈ സിനിമ റീച്ച് ആവണമെന്നുള്ളതാണ്. ഇനിയും കാണാത്ത ആളുകൾ കാണണമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ സിനിമ ഒരു പൈറസിയിലോ ഇല്ലെങ്കിൽ ചെറിയ ആപ്പുകളിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലോ കുറേ അപ്ലോഡ്സ് ആണ് ഒഫീഷ്യൽ വരുന്നത്. അതിന് നല്ല വ്യൂ ഉണ്ട്, അവിടെ ഒന്നും കാണരുത്. നിങ്ങൾ ആമസോണിൽ തന്നെ കാണണം ഈ സിനിമ. അങ്ങനെ കണ്ടാൽ മാത്രമേ ഇത് ട്രെൻഡിങ് ലിസ്റ്റൊക്കെ വരത്തുള്ളൂ. ട്രെൻഡ് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഇതൊരു, ഇപ്പം നമ്മൾ തിയേറ്ററിൽ 100 ദിവസം എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമ ട്രെൻഡ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ. ഇത്രത്തോളം കണ്ടന്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ, ഇത്രത്തോളം കണ്ടന്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ട്രെൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അധികം ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് ഞങ്ങൾക്കും എല്ലാം ഗുണം ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സിനിമ ആമസോൺ പ്രൈമിൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ചെറിയ ഒരു റൈറ്റപ്പോ ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും രീതിയിൽ ഈ സിനിമ, ചിലപ്പോൾ നിങ്ങൾക്കുള്ള ചിലപ്പോൾ ചെറിയ ഫോളോവേഴ്സ് ആയിരിക്കും, എന്നാൽ പോലും ഒരു വീഡിയോ ആയിട്ടോ ഒരു റൈറ്റപ്പ് ആയിട്ടോ ഇട്ടാൽ അത് ഈ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്യും. അത് എന്നെ പോലുള്ള പുതിയ കുറെ മേക്കേഴ്സിന് സിനിമ ചെയ്യാനും രഞ്ജിത്തിനെയും നെസ്റ്റിനെയും പോലെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റ് വരാനും അത് ഈ ഇൻഡസ്ട്രിയെ വളർത്താനും സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ കേട്ടൊരു കാര്യമാണ്, സജിത് എന്ന മച്ചാന്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ ആരും നിരാശയായിട്ട് പോകാറില്ല, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുകയും ചെയ്യുമല്ലേ? ട്രൈ ചെയ്യും. നിരാശ തോന്നിയപ്പം നമുക്കും ചെയ്യാൻ, ആ ട്രൈ ചെയ്യാനുള്ളൊരു വഴി ഞാൻ കണ്ടത് ഒരുപാട് സ്ഥലത്ത് പോയി വിഷമിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ബ്രോ, പക്ഷെ അതുപോലെ എനിക്ക് ഒരുപാട് കൈകളും കിട്ടിയിട്ടുണ്ട്. ഈ കൈകൾ നമ്മൾ കൊടുക്കണ്ടേ? ഇപ്പൊ പല്ലോട്ടി എന്നുള്ള സിനിമ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് കുറെ കാശ് കിട്ടല്ല, എനിക്ക് ദൈവം ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഫ്രണ്ട്സിന് തന്നിട്ടുണ്ട്. ഇപ്പൊ നിതിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ കൈ ഒന്നുകൊണ്ട് പല്ലോട്ടി സിനിമയ്ക്ക് കൈ എടുക്കാൻ പറ്റിയത് അല്ലേ. ഷമീർ എന്ന് പറയുന്ന എന്റെ ദുബായിലെ D3 ആറ്റിന്റെ മനു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, പുള്ളിയാണ് നമ്മൾ ഡിജിറ്റലി മൊത്തം സപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ കണ്ണൻ, ജിതൻ, അങ്ങനെ ഒരുപാട് ആളുകളിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഫേസ് ആയിട്ട് ഞാൻ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്റെ താഴെയും സൈഡിലും മേളിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ ഫേസ് ആയിട്ട് ഓക്കെ ഞാനാണ് എന്ന് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. സജിത് യാഹിർ ഈ കൊടുക്കുന്ന ബന്ധങ്ങൾക്ക് എത്ര വാല്യൂ കൊടുക്കും? ബന്ധങ്ങളാണ് വാല്യൂ ബ്രോ. നമ്മൾ നിൽക്കുന്നത് എല്ലാം ബന്ധങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ബന്ധങ്ങളിലൂടെ മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ളത്. കാരണം ഞാൻ ഭയങ്കര വലിയ കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഇല്ലെങ്കിൽ ഒന്നുമല്ല. ഞങ്ങൾ ഒരു വർക്ക് കിട്ടുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, ഒരു വർക്ക് കിട്ടുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, അങ്ങനെ വളർന്നതാണ് സിനിമ പ്രാന്ത്. അല്ല ഒരു ദിവസം രാവിലെ വന്നിട്ട് വലിയൊരു ഓഫീസ് ഇട്ടിട്ട് അതിന്റെ ഒരു സിസ്റ്റം വാങ്ങിച്ചു വെച്ചൊന്നുമില്ല. ഓക്കെ, അത് നോക്കുമ്പോൾ AC യിലായിരിക്കും, ഫാനായിരിക്കും. കുറച്ച് കാശ് മുമ്പ് AC വാങ്ങിച്ചു നോക്കും, അടുത്ത സർവർ വാങ്ങിക്കും, ലാപ്ടോപ്പ് വാങ്ങിക്കും, പ്രൊജക്ടർ വാങ്ങിക്കും, ക്യാമറാസ് വാങ്ങിക്കും, പതുക്കെ വീഡിയോസ് തുടങ്ങും. അങ്ങനെ ഗ്രോത്ത് വന്നു. ആ ഗ്രോത്തിന് ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ആ ഗ്രോത്ത് ഇപ്പം നാളെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ. അപ്പം ആ കാരണങ്ങളാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് ഓരോ പാഠങ്ങളല്ലേ? പിന്നെ ഡെയിലി ഒരേ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഞാൻ നേരത്തെ ബ്രോയോട് പറഞ്ഞ പോലെ നമ്മളൊരാളെ ചതിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മണ്ടനായതുകൊണ്ടല്ല, നമ്മൾ അത്ര നല്ലവനായതുകൊണ്ടാണ്. അയാൾ ചതിച്ചത് അയാൾ അത്ര ദുഷ്ടനായതുകൊണ്ടാണ്. അപ്പൊ ആ തോട്ട് പ്രോസസ് വിചാരിക്കുക, പവറായിട്ട് നിൽക്കുക. ഇന്ന് മച്ചാനെ പോലെ ഒരുപാട് പേർക്ക് പ്രചോദനം മച്ചാന്റെ ഓരോ വാക്കുകളും. അപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെ ഒരുപാട് ഉൾഗ്രാമങ്ങളിൽ കൊച്ചിയിൽ വരണം അല്ലെ സിനിമാ ലോകത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരുന്നവർ ചിന്തിക്കുന്നത് എനിക്ക് ഫെയിം ആകാം, എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. അതിലുപരി ചിലവർ ചിന്തിക്കുന്നത് എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല, എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഇന്ന് കാണുന്ന അവരോട് എന്താണ് ആസ് എ ഡയറക്ടർ എന്നല്ലേ പറയാനുള്ളത്? അതായത് എനിക്കായിട്ട് നിങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുക, ആ പണി നല്ല രീതിയിൽ എടുത്തോണ്ടിരിക്കുക. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ദൈവം നമുക്ക് അതിനൊരു ബ്ലെസ്സിങ് തരും. നമ്മൾ റൈറ്റ് ടൈം വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം സിനിമാ പ്രാന്ത് എന്ന പേജ് കൊണ്ട് ഞങ്ങളുടെ ഒരു 10-ഓളം സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആട് ഞങ്ങളുണ്ടായ സിനിമയാണ്, ഇരട്ട ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്, മനസ്സിലായി. ഇങ്ങനെയുള്ള പല സിനിമകളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അതിനൊന്നും ക്രെഡിറ്റ്സ് വാങ്ങിക്കണമല്ല, അതിനകത്ത് നമ്മളൊരു വലിയ ബെനിഫിറ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, ഒരു സിനിമ നടന്നു, അത്ര ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബഡ്ജറ്റ് വൈസ്, ആർട്ടിസ്റ്റ് വൈസ്.
അത് പ്രൊജക്റ്റ് ആയാൽ മതി നമുക്ക്. അത് സിനിമ നാളെ അതിന്റെ ടൈറ്റിൽ കണ്ടാൽ മതി, നമുക്ക് സന്തോഷമാണ്. ആ ആറ്റിറ്റ്യൂഡ് പിടിക്കുക. ഇപ്പൊ നാളെ നമുക്ക് ഒരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്തെന്നും പറഞ്ഞ് അതിന് ജീവിതകാലം മൊത്തം അയാൾ നമ്മളെ അതിന്റെ ഒന്നും ആവശ്യമില്ല, മനസ്സിലായില്ലേ? അത് നമുക്ക് ദൈവം വേറെ പലതും തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കൽബിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പല്ലുട്ടി എന്ന സിനിമയുടെ 4 പുതിയ അതിന്റെ ഡയറക്ടർ, ക്യാമറാമാൻ, എഡിറ്റർ, അതിന്റെ പിന്നെ മ്യൂസിക് ഡയറക്ടർ, ഇല്ലെങ്കിൽ അതിന്റെ റൈറ്റർ, ഇവരുടെ അമ്മമാരുടെ പ്രാർത്ഥനയാണ് കൽബിന്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലല്ലേ? കാര്യം അവർക്കൊരു ലൈഫിന് കൊടുക്കാൻ പറ്റിയതിന് ദൈവം എനിക്കുന്ന ലൈഫാണ്. ഇപ്പൊ ഈ ലൈഫാണ്, റീബർത്ത് ആണ് കൽബിനോട് കിട്ടിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? ലൈഫിൽ ഒന്നും നഷ്ടപ്പെട്ട ഒന്നും നല്ലത് വരും, ഉറപ്പായിട്ടും വരും ബ്രോ. ഒന്നും പേടിക്കണ്ട, നമ്മളതിന്റെ കൂടെ നിന്നാ മതി, മനസ്സിലായില്ലേ? ഈ സിനിമാ പ്രാന്ത് എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വന്നത് എങ്ങനെ തുടങ്ങി? സിനിമ പ്രാന്ത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് കേരള സ്പോട്ട് ലൈറ്റ് എന്നാണ് പേര്, ഭയങ്കര ഇംഗ്ലീഷിൽ. കുറെ പേരെ വിളിച്ചിട്ടുണ്ടല്ലേ? ഞാനൊരു 0484 നമ്പർ എടുത്തിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഹലോ, ഞാൻ കേരള സ്പോട്ട് ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ സിനിമ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല, കട്ടി. അങ്ങനെ പ്രൊഡക്ഷൻ നമ്മൾ വിളിക്കും, ആർക്കും അങ്ങനെ ഒരു തോട്ടേ ഇല്ല. അങ്ങനെ എത്രോളം കോളുകൾ ചെയ്തിട്ടുണ്ട്? ഒരു 10, എനിക്ക് തോന്നുന്നു 10 എണ്ണമറ്റ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കാത്ത ഒരാൾ പോലും ഇന്ന് എന്നെ വിളിക്കുന്ന പല ആൾക്കും അറിയില്ല ഞാനാണെന്ന് വിളിച്ചിരിക്കുന്ന അറിയില്ല, മനസ്സിലായില്ല? അത്രത്തോളം ഞാൻ വിളിച്ചിട്ടുണ്ട്. അന്ന് ഓരോ ഫോൺ കോളുകൾ കട്ട് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നിയിട്ടില്ലായിരുന്നു? ഇല്ല, കാരണം നമ്മൾ കിടക്കല്ലോ, എങ്ങനെങ്കിലും ഇതിനകത്ത് എത്തിപ്പെടണമെന്നുള്ളൊരു ത്വരയാണല്ലോ. സിനിമാപ്രാന്ത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരെയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു വേദിയാണ്. ആദ്യം പരിചയപ്പെട്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്ത് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അഭിനയിക്കും, ഇല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ കഥ പറയും, എന്തെങ്കിലും ഒരു ആക്ടില് സിനിമയായിട്ട് സപ്പോർട്ട് നിൽക്കണം, ഏതെങ്കിലും ഒരു രീതിയിൽ സിനിമയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ആ സമയത്താണ് ആഷിഖ് അബു എന്ന് പറയുന്ന എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടർ ആള് സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹമാണ് ഓൺലൈൻ മീഡിയത്തിനെ ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമയിൽ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയത്. ഡാഡി കൂൾ, ഇല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ, ഇന്ന് സിനിമകളിലൂടെയൊക്കെ 1 പോസ്റ്ററുകൾ, ഭയങ്കര ഓൺലൈൻ ഫ്രണ്ട്ലി കണ്ടന്റുകൾ, ടീസേഴ്സ്, ട്രെയിലേഴ്സ്. അപ്പൊ ഒരു ബസ് ഉണ്ടായി. പെട്ടെന്ന് ഈ ഫേസ്ബുക്കിലെ, ഓർക്യൂട്ടിലെ, യൂട്യൂബിലൂടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇത് തോട്ട് പ്രൊഡ്യൂസേഴ്സിന് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ചെയ്തു, ഓക്കെ, കേരള സ്പോട്ട് ലൈറ്റ് പേര് വർക്കാതില്ല, ഓൾറെഡി ഇനി അതും പറഞ്ഞ് വിളിച്ച് ഞാൻ പഴയ ആളാന്ന് മനസ്സിലാവും. അപ്പൊ തന്നെ നമ്പർ മാറ്റി, പേര് മാറ്റി, സിനിമാ പ്രാന്തൻ. ആ ഒരു പേര് വരുന്നത് സിനിമാ പ്രാന്തൻ. ഞാൻ ഒരു സിനിമാ പ്രാന്തനായിട്ട് അലയു ആണല്ലോ. അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാല് അന്ന് ഉള്ള ഒരുപാട് ചെറിയ ചെറിയ എന്നെ പോലത്തെ ആളുകളുണ്ട്. അവരൊക്കെ ഇത് ഭയങ്കരമായിട്ടുള്ള ഇന്റർനാഷണൽ പേരുകൾ ഇടുന്നത്, മറ്റേ സിനിമ പാരഡീസും മറിച്ചതും. അപ്പൊ ഞാൻ വെച്ച് നമ്മൾ അതിനൊക്കെ ആദ്യം സിനിമ പ്രാന്തൻ, നമ്മുടെ നാടൻ ശൈലി, ഒരു പ്രാന്തനെ കിടക്കാം ഒരു ക്യാരക്ടറിന്. എന്നിട്ട് പ്രാന്തന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാനൊരു സിനിമയ്ക്ക് പോയി, എന്റെ പൊന്നെ മമ്മൂക്കാട് ഇൻട്രോ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രേക്ഷകരും പ്രാന്തനും നമ്മൾ രീതിയിൽ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. അത് പെട്ടെന്ന് ക്ലിക്ക് ആകെ. ഒന്നിന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് സാന്ദ്ര വഴി വിജയഭായി പരിചയപ്പെട്ടിരുന്ന സമയത്ത്. അങ്ങനെ വിജയഭായി ഞാൻ പറഞ്ഞ നമുക്കൊരു പടം ചെയ്യണം, ഒരു സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രൈഡേ. അപ്പൊ നിജിക്ക് എനിക്കറിയാം, നിജിക്ക് ഫ്രൈഡേ എന്ന സിനിമ ഞാൻ ഞാൻ ഡിസൈൻ ചെയ്ത സിനിമയാണത്. ലിജിൻ ഡയറക്ട് ചെയ്ത സിനിമ, ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമ. അപ്പം പെട്ടെന്ന് പിന്നെ ആമ എന്ന സിനിമ ലിജുബായുടെ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നു. കിളി പോയി, കുറെ ഹിറ്റ് സിനിമകളുടെ ഭാഗം എനിക്ക് പറ്റുന്നു. അതിന്റെയൊക്കെ പോസ്റ്ററിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബൈ സിനിമ പ്രാന്നുള്ള ടാഗ് ഒരു പോസ്റ്ററിൽ വരാൻ പറ്റുന്നു. അതോടെ പിന്നെ പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ താഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഈ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനം, നമ്മൾ കൊണ്ടുവരുന്ന എഫേർട്ട്, നമ്മൾ കൊണ്ടുവരുന്ന ഒരു സിനിമ, മറ്റൊരു ലഹരിക്കും കിട്ടാത്ത ലഹരി ഈ വളർച്ചയ്ക്ക് കിട്ടുമോ? ഉറപ്പായിട്ടും ഒരു ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഒരു സിനിമ ഉണ്ടാക്കി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ ഇടി ആയാലും മോഹൻലാൽ ആണെങ്കിലും കൽബാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയാണ്, മനസ്സിലായി? അത് മോശം പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്താണ് ഞാൻ ആ സിനിമ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എനിക്ക് പറ്റിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, എന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. അവരോട് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. അവരോട് എനിക്ക് പറയാനുള്ളത് അടുത്ത പടം ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന്. കാരണം ഞാനും പഠിച്ചുകൊണ്ടിരിക്കല്ലോ. ഇടി എന്നെ കുറെ കാലം പഠിപ്പിച്ചു, മോലെ കുറെ പഠിപ്പിച്ചു, കൽബ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ഇനി പല്ലുട്ടിനെ കുറെ കാലം പഠിപ്പിച്ചു. എന്റെ ഇനി അടുത്ത പടം അത്രയും എക്സ്പീരിയൻസ്ഡ്, അത്രയും തോട്ടും, അത്രയും ഇമോഷണലും, അത്രയും പ്ലാനിലും ഞാൻ ചെയ്യത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇന്നും ഇപ്പൊ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. പഠിച്ചോണ്ടിരിക്കണം ബ്രോ. എനിക്ക് എന്താ അറിയാവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ പോയി കണ്ടു പഠിച്ചിട്ടേ ഉള്ളൂ. ഞാനുള്ള അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഷീമാട്ടി എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ബ്രാൻഡിന്റെ കഴിഞ്ഞ 4 വർഷമായിട്ട് ആഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഷീമാട്ടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എല്ലാ ആഡ്സും ഞാൻ ചെയ്യുന്നത്. അനുശ്വരെ കണ്ട്, ഷിൽപ്പോ ഷീമാട്ടി, ലാന കല്യാണം, ഈ ആഡ്സ് മൊത്തം ഞാനാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഇപ്പൊ മുന്നാബായെ പോലത്തെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നു, പുള്ളി കോഫി കുടിക്കാൻ വരുന്നു, പരിചയപ്പെടുന്നു, എന്റെ ചെറിയ ചെറിയ ആഡ്സ് കാണിക്കുന്നു, പുള്ളി ഐഡിയ പറയാൻ പറയുന്നു, ബീന മാഡത്തിനെ പോലത്തെ ഒരാളെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുലിയൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആൾ ഞാൻ എന്ത് പോയി പറയാനാ? ഞാൻ പോയി അപ്പൊ പറയുന്ന ഐഡിയ അതൊന്ന് കൺഫർമേഷൻ വാങ്ങിച്ച് അത് വിഷ്വൽ ചെയ്ത് അത് ഓൺലൈൻ നടക്കാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് ആണ് ബ്രോ. ഈ പറഞ്ഞ പോലെ
ദുൽഖറിനെ കണ്ടതും പൃഥ്വിരാജ് എല്ലാവരും കണ്ട പോലെ തന്നെ ബീനാമനെ കാണുന്നത്. അവരും ചുമ്മാ ഡയലോഗ് അല്ല, ചെയ്ത് കാണിച്ചിട്ടുള്ള സ്ത്രീയാണ്. ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ലിജോ ഭായ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രദറാണ്. എന്റെ ലൈഫിൽ ഇപ്പൊ നജീക്കായ പോലെ തന്നെ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്ന 2-3 ആൾക്കാരിൽ ഒന്നാണ് ലിജോ ഭായും, നിതിൻ ഭായ്, സുഹൈൽ ഭായ്, ഷമീർ, ഇല്ലെങ്കിൽ അങ്ങനെ 5-6 ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് മാത്രം ഞാൻ ഒരിക്കലും തിരിച്ചങ്ങോട്ടൊന്നും പറയില്ല, മനസ്സിലായി? അവർ ഞാൻ കേൾക്കും, മനസ്സിലായി? അപ്പൊ ലിജോ ജോസ് പല്ലിശ്ശേരി പോലുള്ള ഏറ്റവും മികച്ച വെറൈറ്റി കൊണ്ടുവരുന്ന സംവിധായകൻ എന്തൊക്കെ ഉപദേശങ്ങൾ, പാഠങ്ങളാണ് മച്ചാന് തന്നിട്ടുള്ളത്? എനിക്ക് ലിജോബയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ലിജോബയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ലിജോബ ഇങ്ങനെ ഒരു സ്ക്രീനിൽ, ഒരു വലിയ സ്ക്രീനിൽ ഇരുന്നിട്ട് ഒരു പഴയൊരു പാട്ടിൽ, ഏതൊരു പഴയ സിനിമയിലെ ഒരു ഡാൻസ് മൊമെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പഴയ പോലെ ചങ്ങായിട്ടുള്ള ഒരു ആണും പെണ്ണും കൂടി ഒരു മലയിൽ കൂടി ഇങ്ങനെ ഇഴുകി വരുന്നു, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. അപ്പം ഞാൻ കണ്ടോണ്ടിരുന്നു, പുള്ളി കണ്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് പുള്ളി കാണുന്നത് മനസ്സിലാകുന്നില്ല. ചിരിച്ചു. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നണ്ട, ഇത് 85-ല് 76-ലോ ഒരു ദിവസം രാവിലെ ഒരു ടീം പോയിട്ട് ഷൂട്ട് ചെയ്താണ്. കൊറിയോഗ്രാഫി പറഞ്ഞ് അവര് പ്രോപ്പറായിട്ട് ഡാൻസ് കളിച്ച് നന്നത്തെ സ്റ്റാറുകളൊന്ന് അഭിനയിച്ച് അന്ന് ഇറങ്ങി ഹിറ്റായൊരു പാട്ടാണ്. അത് ഇന്ന് ഈ 2023-ല് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നില്ലേ? ഞാൻ ഇങ്ങനെ ചിരിച്ചു. അപ്പൊ പുള്ളിയും ചിരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ എടാ, ഇവര് പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് 75-ലും 85-ലും അങ്ങനെ പാട്ട് പോകുന്നു. അന്ന് ഒരു കൊറിയോഗ്രാഫർ പോയി അന്നത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്സ് ഇട്ട് ഏറ്റവും നല്ല ക്യാമറ വെച്ച് ഏറ്റവും ടെക്നിക്കൽ പ്രൊഫഷണൽ ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സീനാണ്, മനസ്സിലായി? അത് ഇന്ന് കണ്ട് നമുക്ക് ചിരി വന്നെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ 100 വർഷം കഴിഞ്ഞിട്ട് ചിരിക്കരുതാണ്. അങ്ങനെ നമ്മൾ പണിയെടുക്കുന്നു. ഓ, അങ്ങനെ പറഞ്ഞു? അതൊരു തോട്ടാണ് ബ്രോ, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കും, തമാശക്ക് ചോദിക്കുന്നതാണ്, ഞാൻ പറയും ചുള്ളിയിൽ ഫുള്ള് ചീത്തയൊക്കെയാണല്ലോ. ഞാൻ പുള്ളിയെടുത്ത് പറയുന്നത്, ഇംഗ്ലീഷുകാർ മൊത്തം അല്ലെങ്കിൽ ഫുള്ള് അവർ പറയുന്നത് മൊത്തം ചീത്തയാണല്ലോ, നമ്മുടെ കുറച്ച് ചീത്തയോടെ അവന്മാർക്ക് കേക്കട്ടാ ഫെസ്റ്റിവൽസിലേക്ക് ഇരുന്നത് എന്ന് പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ. അതിനകത്തൊരു ഒരു ചാലക്കുടിക്കാരനും ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറുള്ള ബ്ലെൻഡാണ് ലിജോ ഭായ്. പൊളിയാണ്. ലിജോ ഭായിൽ കാണുന്ന ഒരു മാജിക് എന്തുവാ? ലിജോ ഭായ് എന്ന് പറഞ്ഞാൽ ബ്രോ അതൊരു ബ്ലെസ്ഡ് മനുഷ്യനാണ്, മനസ്സിലായില്ലേ? എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ. ഉണ്ടായിട്ടുണ്ട്. അരവിന്ദ് സാറിനെ പോലെ, കെ ജി ജോസ് സാറിനെ പോലെ. എന്നാൽ മുഖ്യധാരാ സിനിമകൾ നടക്കുമ്പോഴും പാരലായിട്ട് അവരുടേതായിട്ടുള്ള സിനിമകൾ ചെയ്ത് അതിനകത്ത് കോടികളുടെ മണിക്കിൽ 1000 കോടിയോ 100 കോടിയോ വലിയ ക്ലബ് ഹൗസുകളോ ഡയറക്ടറിന്റെ ഒന്നും കാണത്തില്ല. അയാൾ ഉദ്ദേശിക്കുന്നത് അയാൾ ചെയ്തിട്ടുള്ളൂ, അയാൾക്ക് വേണ്ടതേ അയാള് ചെയ്തിട്ടുള്ളൂ. ബ്രില്യന്റ് ഡയറക്ടർ. ഞാൻ കേട്ടിടത്തോളം ഡ്രസ്സിങ്ങിലാണെങ്കിലും സംസാരത്തിലാണ് ഒരു സിമ്പിൾ മനുഷ്യനല്ലേ, പക്ഷേ ഡയറക്ഷനിൽ വന്നിരുന്ന പുലി അത്രയും സീരിയസ് ആയിട്ടാണ് പുള്ളി സിനിമയെ കാണുന്നത്. പുള്ളിക്ക് സിനിമ എല്ലാം വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഞാനാണെങ്കിൽ സിനിമ പ്രാന്തം റൺ ചെയ്യുന്നു, കോഫി ഷോപ്പ് റൺ ചെയ്യുന്നു, എന്തൊക്കെ റൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളി ഒന്നുമില്ല സിനിമ. അപ്പൊ അതിലൊക്കെ ഡയറക്ടറാണ്, ഞാൻ ആക്ടറാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നല്ല സൗഹൃദമാണല്ലോ, അവിടെ എന്താണ് പറഞ്ഞത്? എവിടെയെങ്കിലും തളർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രചോദനമാണോ? പുള്ളി പറയുന്നത് നമ്മുടെ ഒരു ഐഡിയ നമ്മൾ പ്രൗഡായിട്ട് പ്രസന്റ് ചെയ്യുക, അതിനകത്ത് എടുക്കേണ്ട പണി മൊത്തം എടുക്കുക, മനസ്സിലായില്ലേ? ആക്കെല്ലാം ദൈവം നിന്നോളൂ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിച്ചില്ല എനിക്കൊരു ധൈര്യം കിട്ടുന്നത്. എന്റെ ധൈര്യമാണ് നിതിൻ ഭായ്, ഇല്ലെങ്കിൽ ലിജോ ഭായ്, സുഹൈൽ ഭായ്, ഷമീർ, ഇതൊക്കെ എന്റെ ധൈര്യങ്ങളാണ്. 5000-10,000 പേരുള്ളതിലല്ല, കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ മതിയോ? ഒരാൾ മതി. നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ മതി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ മതി, മനസ്സിലായില്ലേ? ഈ കൽബിലെ ഓരോ സ്റ്റോറിയും മച്ചാന്റെ റിയൽ ലൈഫുമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്? അല്ല, ഞാൻ പറഞ്ഞില്ല, കൽബ് എന്ന സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴയിൽ കോസ്റ്റൽ ഏരിയയിലാണ്, മനസ്സിലായില്ലേ? അപ്പം എല്ലാ സ്ഥലങ്ങളും, ആലപ്പുഴയിൽ വട്ടപ്പള്ളി, എറണാകുളത്ത് തമ്മനം, കോഴിക്കോട് പട്ടണം, പാകിസ്ഥാൻ കോളനി, പിന്നെ ട്രിവാൻഡ്രത്ത് ചെങ്കച്ചൂള. അപ്പം ഇന്നൊരു സ്ഥലത്തെ അങ്ങനത്തെ സ്ഥലമാണ് ഞങ്ങൾ പറഞ്ഞ ഡോൾഫിൻ ബീച്ച്. അതായത് ഇന്ന സ്ഥലത്ത് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രശ്നക്കാരുടെ സ്ഥലം. അവിടെ ബാങ്ക് ലോൺ കൊടുക്കില്ല, അവിടെ നല്ലൊരു പെൺകുട്ടിക്ക് നല്ലൊരു വിവാഹം വരില്ല, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പക്ഷെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ ജീവിക്കുന്ന അങ്ങനത്തെ സ്ഥലത്താണ്. അവിടുത്തെ ലൈഫ് പോയി തിരിച്ചറിഞ്ഞ വ്യക്തിവാ ഞാൻ അവിടുന്ന് വന്നിട്ടുള്ള ആളാണ് ഞാൻ, അങ്ങനെ സ്ഥലത്ത് വന്നിട്ടുള്ള ആളാണ് ഞാൻ. അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ പൊളിയാണ്, മനസ്സിലായില്ലേ? എന്നാൽ നമ്മൾ കാണുന്ന ഭയങ്കര അടിപൊളി ഒരു മിഡിൽ അപ്പർ ക്ലാസ് എന്ന് പറയുന്നതാണ് നായികയുടെ വീട്. അവിടെ ഒരു കൂട്ടിലിട്ട മാടത്തിന് അവിടുത്തെ ഉമ്മയും അവിടുത്തെ മോളും അല്ല, മനസ്സിലായില്ലേ? അവൾ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും കാൽപ്പോടോ 6 പാക്കോ ലുക്കോ ഒന്നുമല്ല, അവന്റെ ലൈഫാണ്. അതാണ് അവള് പറയുന്നത്, നിന്റെ ഡാഡ സൂപ്പർ ആണെന്ന് പറയുന്നത്. അവള് മരിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നത് ഡാഡ ഓക്കെ ആണെന്ന് ചോദിക്കുന്നത്. അതെ, കാരണം
ആ ലൈഫാണ് ബ്രോ. അപ്പം അത് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരണം. എന്നെ കൊണ്ടാവുന്ന ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്കുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് ലൈഫുകൾ എനിക്ക് പറയണമെന്നുണ്ട് സിനിമകളിലൂടെ. ഒരുപാട് ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ കണ്ട നല്ല മനുഷ്യര്, ഇവരെയൊക്കെ എനിക്ക് ഈ സിനിമയിലൂടെ കൊണ്ടുപോകണം, സിനിമയിലൂടെ പറയണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അരിക്കൊമ്പൻ എന്ന സിനിമ പോലും അത്രത്തോളം നമ്മൾ പറയേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്ന സംഭവമാണ്. അത് സുഹേൽ എഴുതിയ കഥയാണ്. അപ്പൊ അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാതെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇരിക്കുകയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. അതാണ് എന്റെ ഏറ്റവും ഡ്രീം പ്രൊജക്ട് എന്ന് പറയാം. സജിത് യാഹിയുടെ ഓരോ പടവും ഓരോ വിപ്ലവമാണോ? അല്ല, അതൊന്നുമല്ല. വിപ്ലവത്തിന്റെ സിനിമയാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു അത്രയും തോട്ട് പ്രോസസ് അല്ല. പക്ഷെ ഫ്യൂച്ചറിസ്റ്റിലി ആകാം. പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മനസ്സിലായി. എന്റെ ഏറ്റവും ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കൽബ്. അരിക്കൊമ്പൻ ഇതിലും ബെറ്റർ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. 2025 പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അതായത് എനിക്കൊരു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് ഉറുഷ് ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് മഞ്ജു ചേച്ചി. അപ്പം അവർ രണ്ടുപേരും വെച്ചിട്ട് സിനിമ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അരിക്കൊമ്പൻ ഞാൻ പറഞ്ഞ ഭയങ്കര സ്കെയില് ആവശ്യമുള്ള സിനിമയാണ്. അപ്പൊ കൽബിന്റെ ഒരു തിയേറ്ററിലുണ്ടായ ഒരു പരാജയം, അതിന്റെ ഒരു മുന്നോട്ട് പോക്കും അതിനെ തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പം ഈ OTT വിജയം എന്റെ എനർജിക്കും എന്നോട് സപ്പോർട്ട് ചെയ്യാൻ പറയുന്ന ആൾക്കാർക്കും ഒരു എനർജിയായിട്ട് മാറുകയും ആ 2 സിനിമകളും ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം ഈ ചെറിയ സിനിമ ചെയ്യുകയും, ചെറിയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനൊരു കോമ്പറ്റീവ് സിനിമ ചെയ്യാൻ പറ്റുക നോക്കുകയും അതിൽ ഉൾപ്പെടെ തന്നെ നേരെ ഈ അരിക്കൊമ്പൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ 2025 വരുന്ന പ്രതീക്ഷകളെല്ലാം സന്തോഷകരമായ നല്ല മുഹൂർത്തങ്ങളാവട്ടെ. ഒത്തിരി ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറുണ്ട് വിപിൻ ആഡ്ലി ഒരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ റോൾ അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി അത് നമ്മളൊരു ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. ആ സിനിമയും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഇനി ഒരു റിലീസാണ്. അല്ല, ഷൂട്ട് തുടങ്ങുക. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഒരു റൈഡർ ആണ് കേട്ടിട്ടുള്ളത്. റൈഡർ എന്നല്ല, ബൈക്കുകൾ ഓടിക്കുന്നത്, ബൈക്കല്ല കാർ, എന്താ ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. എന്ത് നിരാശ വരുമ്പോഴും ഒന്ന് ഡൗൺ ആവുമ്പോഴും നേരെ വണ്ടി എടുത്ത് ആലപ്പുഴയ്ക്ക് ഒരു പോക്ക്. അത്രേ ഉള്ളൂ. ആലപ്പുഴ എന്ന് പറയുന്നത് ബ്രോ, അതായത് ഞങ്ങൾ പറഞ്ഞാല് അവിടെ എന്തിന് സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് നമ്മൾ ആരാന്നറിയാത്ത, ഇപ്പൊ നമ്മൾ സിനിമയിൽ അങ്ങനത്തെ ഒരു ഇതുമില്ലാതെ നമ്മുടെ കൂടെ കളിച്ചു വളർന്ന അവിടെ ആരാണ് ഹോട്ടൽ നടത്തുന്ന ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അവിടെ. അവരുടെ ചോദിച്ചാൽ ലോകത്ത് എന്ത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സൊല്യൂഷൻ പറഞ്ഞു നമ്മൾ നിട്ടിപ്പോയി. എന്റെ ദൈവമേ, കാരണം അത് ജീവിതാനുഭവങ്ങളാണ് അവരുടെ. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പൊ എന്റെ ഏറ്റവും വലിയ സ്ട്രെസ് പ്രൈസ് ആണ്. ഞാൻ നേരെ സുഹേലിനെ വിളിക്കും. സുഹേൽ ഭായി അവിടെയാണ്, എന്റെ പാർട്ണറാണ് സുഹേൽ ഭായി. എന്റെ കോ റൈറ്ററാണ്. ഈ പടത്തിന്റെ ലിറിക്സ് എല്ലാം സുഹേലിന്റെ കോ റൈറ്ററാണ് പടത്തിന്റെ. സുഹേൽ ഭായി ഭയങ്കര ഇന്റർനാഷണൽ തോട്ടലാണ്. അപ്പൊ സുഹേൽ ഭായി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ സുഹേൽ ഭായിയോടൊപ്പം നമ്മുടെ കെറ്റമറാനുണ്ട്. കെറ്റമറാനിൽ ഫുൾ ചില്ലിങ് ആയിരിക്കും. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ജീവിതാനുഭവങ്ങൾ വേണോ? ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് സിനിമ ചെയ്യുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. കാരണം കൽബ് എന്ന സിനിമയിൽ എല്ലാവരും പ്രണയത്തെ കുറിച്ച് പറയുമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് സൗദ എന്ന് പറയുന്ന തുമ്പിയുടെ ഉമ്മയെ കുറിച്ചിട്ടാണ്. ഭയങ്കര സ്ക്രീൻ പീസ് അല്ലെങ്കിലും അത് കിട്ടേണ്ട ആൾക്കാർ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സൗദ എന്ന് പറയുന്നത് ഒരു എല്ലാം അടക്കി പിടിച്ചു, ഒന്ന് മോളുടെ മരണം വരെ കണ്ടിട്ട് അതുപോലും ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവർക്ക് പറ്റില്ല. ഞാൻ ഇങ്ങനെ കരയത്തുള്ളൂ. മനസ്സിലേ? സാധാരണ ഇതുപോലെ അവരുടെ കരയാൻ ഞാൻ സൗണ്ട് പുറത്തു പറയരുത്, കടിച്ചു ഇങ്ങനെ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ജീവിതം കണ്ടിട്ടുണ്ട്. കാരണം എന്റെ ഫാദർ, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എന്റെ ഫാദർ ഒരു ഭയങ്കര പൊളിറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പൊ എന്റെ വീട്ടിലൊരു റൂമുണ്ട്, ഒരു ഓഫീസ് റൂം. അവിടെ ഒരുപാട് സെറ്റിൽമെന്റ് നടക്കുന്ന റൂമാണ്. അവിടെ എന്റെ വീട്ടിൽ ഒരു ദിവസം മിനിമം ഒരു 1000 കട്ടൻ ചായങ്കിലും ഇടും. 100 കട്ടൻ ചായങ്കിലും 100 കട്ടൻ ചായങ്കിലും ഇടും. മനസ്സിലായില്ലേ? അപ്പൊ ഇവരെല്ലാരും വന്നിരുന്ന് മറ്റാർക്കും പരിഹരിക്കാത്തത് ബാപ്പയിലൂടെ പരിഹരിക്കാൻ പറ്റും. പള്ളിയുടെ ഹെഡാണല്ലോ. ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് പറ്റാത്തത് വിവാഹമോചന കേസുകളായിരിക്കാം, സെറ്റിൽമെന്റുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളായിരിക്കാം, അടിപിടിയായിരിക്കാം. ഇതെല്ലാം സെറ്റിൽമെന്റ് ഇപ്പം രണ്ടുപേരെ അപ്പുറം ഇപ്പുറം എടുത്തിട്ട് സംസാരിക്കും. മനസ്സിലായി? അപ്പൊ ഇതിൽ ബാധിക്കപ്പെട്ട ആളുകളെല്ലാം എന്റെ ഹോളുകളിലും കിച്ചണിലും, പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ഉമ്മാടുള്ളത് കിച്ചണിൽ കാണും. അപ്പൊ അവരുടെ അട്ടക്കി പിടിച്ചിട്ടുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, അകത്ത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരാട്ടങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇതൊക്കെ നോക്കി ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. ചെറുപ്പം മുതലുള്ള ഡെയിലി ഒരു റൊട്ടീനാണ്. എല്ലാ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും എന്റെ വീട്ടിൽ ഇങ്ങനത്തെ സെറ്റിൽമെന്റ് നടക്കാറുണ്ട്, ആ ഓഫീസ് റൂമുകളിൽ. അതൊക്കെ ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ എന്റെ ഉത്ബോധ മനസ്സിൽ എന്തായാലും അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന എല്ലാ കഥകളിലും അങ്ങനത്തെ ഒരു സാധനം വരും. മനസ്സിലായില്ലേ? അപ്പം കൽബ് ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്നതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ സൗദയാണ്, ഇല്ലെങ്കിൽ സൈഫുദ്ദീനാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനത്തെ ആളുകളാണ്. കാൽപ്പോയെ കണ്ടിട്ടുണ്ട്, തുമ്പിയെ കണ്ടിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് ഞാൻ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നാട്ടിലും ലൈഫിലും ഫ്രണ്ട്ഷിപ്പിലും ഓരോ വ്യക്തികളെ ഒബ്സർവ് ചെയ്യുമല്ലേ? ഉറപ്പായിട്ടും. അത് ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ പോലെ ഞാൻ സംസാരിക്കും, അവരെ പോലെ ഞാൻ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ ഞാൻ കാറിലൊക്കെ പോകുമ്പോൾ ചുമ്മാ ഡയലോഗ് പറഞ്ഞു ഓട്ടോക്കാരൊക്കെ നിങ്ങൾ നോക്കും,
അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡയലോഗ് പകുതി നോക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടോക്കാരൻ ട്രാഫിക് ബ്ലോക്കിൽ എന്നെ നോക്കിയിട്ടിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചേട്ടാ ചിരിക്കും. പിന്നെ ഇപ്പൊ സിനിമ കാണുമ്പോൾ ആ പറഞ്ഞ ഡയലോഗുകൾ ഞാൻ റെൻഡർ ചെയ്ത് നോക്കും. ഫഹദ് ഫാസിലും പൃഥ്വിരാജും മമ്മൂക്കൊക്കെ പറഞ്ഞ ഡയലോഗ് ഞാൻ നൈസായിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അതൊക്കെ എന്റെ എക്സൈറ്റ്മെന്റുകളാണ്. ആക്ട് ചെയ്യും. അതാണ് സിനിമ പ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു പച്ച മനുഷ്യനായിട്ട് തന്നെ അതെ, സജിത്ത് യാഹിർ മുന്നോട്ട് പോട്ടെ. 2025 നല്ല പ്രതീക്ഷകൾ ജീവിതത്തിൽ വരട്ടെ. അപ്പം ഒരു അജിനോട് പറയാനുള്ളത്, ഇപ്പം അജിനാണെങ്കിലും ഇപ്പൊ ഞാൻ എപ്പോഴും അജിനെ ഞാൻ വളരെ കുറച്ച് നടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഹൈദരാലി ആണെങ്കിലും നിങ്ങളൊക്കെ ഒരിക്കലും സിനിമയെ മോശം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇന്റർവ്യൂകളിലൊക്കെ നിങ്ങൾ ഒരു പേഴ്സണൽ ലൈഫിൽ വെള്ളപൂശാണോ ഇല്ലെങ്കിൽ അതൊന്നും ശ്രമിക്കില്ല. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും ഒരുപാട് അടിപൊളി ഇന്റർവ്യൂകൾ വരട്ടെ. രസമുണ്ട് അതിന്റെ പല രസമുണ്ട്. എതിരഭിപ്രായങ്ങൾ തന്നെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ കൂടെ നിങ്ങൾ നിൽക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ ഇനിയും ഇതുപോലെ സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി സന്തോഷം. ഒരുപാട് ആൾക്കാർ അതുവഴി പൊങ്ങി വരട്ടെ. അതെ, അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു.